ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ 2 ക്ലാസ്സായി ന്യൂമറിക്കൽസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എല്ലാ ന്യൂമറിക്കലിന്റെ ഇക്വേഷൻ ഒരുമിച്ച് എഴുതി അത് പ്രാക്ടീസ് ചെയ്തു. അതാ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത് കേട്ടോ, ഓർത്ത് നോക്കാം. ലാസ്റ്റ് 2 ക്ലാസ്സസ് ആണ്. അതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തത് സൊല്യൂഷന്റെ നമ്മൾ ഈ ഫാസ്റ്റ് ട്രാക്കിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഒപ്പം തന്നെ നമ്മൾ പാസ്റ്റ് ഇയർ ചെയ്തു. പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇതാണ് നമ്മൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പാസ്റ്റ് ഇയർ ആരെങ്കിലും വാങ്ങിക്കാത്തതുണ്ടോ ഇരിക്കുന്നതിൽ? വാങ്ങിച്ചാറില്ലല്ലോ. ഈ ബുക്ക് കിട്ടിയിട്ടുണ്ടോ? ആ ഫസ്റ്റ് വാങ്ങിച്ചു. ശരി. ഏറ്റവും ഫസ്റ്റ് തന്നെ. ഓക്കെ, മറന്നുപോയി. ഓക്കെ, ഫസ്റ്റ് മോഡാണ്. ദെൻ നമുക്ക് നേരെ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, കൊണ്ടുവന്നല്ലേ? ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കാതെ ഈ ബുക്ക് ഓർത്ത് നോക്കുക. അതിൽ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏതാണെന്ന് അറിയോ? കേട്ടോ, ഓർത്ത് നോക്കാം. ഈ ചാപ്റ്ററിനാണ് ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ്. എത്രയാണ് വെയിറ്റേജ്? 9. ശ്രദ്ധിക്കുക. തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നിങ്ങൾ അറിയണം കേട്ടോ. ഓരോ ചാപ്റ്റേഴ്സിന്റെയും പഠിക്കുമ്പോൾ അതിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. എന്ന് നോക്കിയേ, ഇത് എവിടെ തന്നേക്കുന്നതിൽ ഈ ഗ്രാഫിൽ എവിടെയായിട്ടാ തോന്നണേ? നേൺസ് ഇക്വേഷൻ ഉണ്ടോ? ഓർത്ത് നോക്കുന്നത് കണ്ടോ? നേൺസ് ഇക്വേഷൻ കിടക്കണ കണ്ടോ? അത്രയും ലെവലാ വന്നേക്കുന്നത്. ഏറ്റവും ഹയസ്റ്റ് ആണ്. അപ്പൊ നേൺസ് ഇക്വേഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നേൺസ് ഇക്വേഷൻ ഇത് കണ്ടോ. അടുത്ത ടോപ്പിക് അടുത്തതായിട്ട് റിലേറ്റ് ചെയ്യുന്ന വരുന്ന എന്താ? മോളാർ കണ്ടക്ടൻസ്. ആ രീതിയിലൊക്കെ വരുന്നതല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെയും വരെ കേട്ടോ, ഓർത്ത് നോക്കുക. ബാറ്ററി വരെ ഇമ്പോർട്ടന്റ് ആ. ബാറ്ററി വരെ കേട്ടോ, ഓർത്ത് നോക്കുക. ഈ ലാസ്റ്റത്തെ 2 കുഞ്ഞു ടോപ്പിക് കൊറോഷനും പിന്നെ എന്തായിരുന്നു? അറസ്റ്റിംഗ്. അതാണ്, അത് വളരെ കുറച്ചുള്ളൂ. പക്ഷെ ഈ മിഡിൽ ടോപ്പിക്, അപ്പൊ ഈ ചാപ്റ്ററിലെ മിഡിൽ ടോപ്പിക് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ അവിടെ നിന്നാണ് പാസ്റ്റ് ഇയർ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ഒരു മിനിറ്റ് കൊണ്ട് ആ ഇക്വേഷൻസുകളെല്ലാം ഒന്ന് മെമ്മറൈസിലേക്ക് കൊണ്ടുവരാം. ഇലക്ട്രോകെമിസ്ട്രിയിൽ ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത് എന്തായിരുന്നു? E naught cell equal to E naught cathode minus E naught anode. നെക്സ്റ്റ് അടുത്ത നേൺസ് ഇക്വേഷൻ ആണ്. നേൺസ് ഇക്വേഷനിൽ ഫസ്റ്റ് വരുന്നത് എന്തായിരുന്നു? ആക്ച്വലി E cell equal to E naught cell minus 0.059 divided by n log C raised to C D raised to D all divided by A raised to A and B raised to B. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ വരുന്നത് എന്തായിരുന്നു? നെക്സ്റ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അതെന്തായിരുന്നു? E naught cell equal to 0.059 divided by n log Kc. Then അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു നെക്സ്റ്റ് വന്നത്? ഗിബ്സ് എനർജി ഡെൽറ്റ G equal to minus NF E naught cell. അത് കഴിഞ്ഞിട്ട് റെസിസ്റ്റൻസ് അല്ലെ, റെസിസ്റ്റിവിറ്റി. ആ ഒരു ഏരിയ ആണ്. അതിൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എടുക്കാം. R equal to rho into L by A. Then G കണ്ടക്ടൻസ് equal to kappa into A by L. കേട്ടോ, ഇത് ചാപ്റ്റർ ഇലക്ട്രോകെമിസ്ട്രി കേട്ടോ. ന്യൂമറിക്കൽസ് ആണ് ലാസ്റ്റ് 2 ക്ലാസ്സസ് ആയിട്ട്. ന്യൂമറിക്കൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്? 3 ചാപ്റ്റേഴ്സ്. അതില് ന്യൂമറിക്കലിന്റെ പാസ്റ്റ് ഇയർ, ഇതിലെ പാസ്റ്റ് ഇയർ ബുക്ക് ഉണ്ട് ഇതുപോലത്തെ കേട്ടോ. ഓക്കെ, അതിലുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓർത്തോ, പാരന്റ് വന്നോ കേട്ടോ. ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ മതി, നിങ്ങളുടെ സൗകര്യത്തിന് ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വന്നം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതൊക്കെ തന്ന് നമുക്കൊരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ ഓർത്തു വെക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? മെയിൻ ഇക്വേഷൻ G star equal to R kappa. Then molar conductivity lambda m equal to kappa divided by molarity into 1000. Then alpha equal to lambda m divided by lambda naught m. Lambda naught m എന്താ? molar conductivity. Then അവിടെ ഒരു കൊളറസ്ട്രോ ഒക്കെ ഉണ്ട് അല്ലേ? കൊളറസ്ട്രോ ഈസി എന്തായിരുന്നു? limiting molar conductivity of an electrolyte is the sum of individual contribution of cation and anion. Then അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരുന്നു ഇക്വേഷൻ? K equal to C alpha square by 1 minus alpha. നേരത്തെ ഇക്വേഷൻ തന്നെയാണ് അവിടെ എഴുതിയാൽ നല്ലത്. സൊല്യൂഷനും ഓൾറെഡി ഉള്ള ഒരു ഇക്വേഷൻ തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫസ്റ്റ് ലോ ഉണ്ട്, സെക്കൻഡ് ലോ നന്നായിട്ട് അറിയണം. പിന്നെ നമ്മൾ അവിടെ വരുന്നതാണ് ഫാരഡേസ് ഇക്വേഷൻ F equal to m by n, Q equal to IT, W is equal to m by nf into IT. ഇനി ആരെങ്കിലും ZIT അങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, m by nf നെ വിളിക്കുന്ന പേരാണ് Z. ഓക്കെ, then നെക്സ്റ്റ് അവിടെ നിന്ന് വരുന്നത് എന്താണ്? ബാറ്ററി. ബാറ്ററിയിൽ ആദ്യത്തെ ബാറ്ററി പ്രൈമറി. 2 എക്സാമ്പിൾ
ലെക്ലാഞ്ചൽ സെൽ ഓർ ഡ്രൈ സെൽ. പിന്നെ ഒരു എക്സാമ്പിൾ മെർക്കുറി സെൽ അല്ലെ, അതിന്റെ ആനോഡ് കാഥോഡ് ഇലക്ട്രോലൈറ്റ് റിയാക്ഷൻ പഠിച്ചിരിക്കണം. ദെൻ യൂസസ്. ദെൻ അത് കഴിഞ്ഞ സെക്കൻഡറി ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി ആൻഡ് ലെഡ് സ്റ്റോറേജ്. ആദ്യം ലെഡ് സ്റ്റോറേജ് വരുന്നത് അല്ലെ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഫ്യൂവൽ സെൽ അല്ലെ. ഓർത്ത് നോക്കുക. ഡെഫിനിഷൻ എന്തായിരുന്നു ഫ്യൂവൽ സെൽ? ഗാൽവാനിക് സെൽ അല്ലെ, കൺവേർട്ട് ഇലക്ട്രിക്കൽ കമ്പസ്റ്റബിൾ ഗ്യാസ് ലൈക്ക് പറഞ്ഞു ശരിയാ. ഹൈഡ്രജൻ, മീഥേൻ, നൈട്രജൻ ഡയറക്ട്ലി കൺവേർട്ട് ടു ഇലക്ട്രിക്കൽ എനർജി അല്ലെ. ഓർത്ത് നോക്കുക. എ ഗാൽവാനിക് സെൽ ഡിസൈൻ കമ്പസ്റ്റബിൾ ഗ്യാസ് ലൈക്ക് മീഥേൻ, ഹൈഡ്രജൻ എക്സെട്ര ഡയറക്ട്ലി കൺവേർട്ട് ടു ഇലക്ട്രിക്കൽ എനർജി അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഫ്യൂവൽ സെൽ. ലാസ്റ്റ് വരുന്നതാണ് കൊറോഷൻ അല്ലെ. കൊറോഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് ടോപ്പിക്. അപ്പൊ ഇതാണ് ചാപ്റ്ററിന്റെ ഒരു ബ്രീഫ്. ദെൻ നമുക്ക് ഈ ചാപ്റ്ററിലെ പാസ്റ്റ് ഇയറിൽ പ്രീവിയസ് ഇയറിൽ കേട്ടോ ഓർത്ത് നോക്കാം. ഈ ബുക്ക് കൊണ്ടുവരണം എല്ലാ ക്ലാസ്സുകളിലും കേട്ടോ ഓർത്ത് നോക്കാം കേട്ടോ. ഓക്കെ, ദെൻ ടിക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഓർത്ത്. ഇത് കണ്ടോ, ഇവര് 5 ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ടിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ പഠിച്ചിട്ട് എല്ലാവരും പ്ലാൻ ചെയ്തേക്കുന്നത് ഡിസംബർ അല്ലേ 30 കഴിയുമ്പോ അടുത്ത ന്യൂ ഇയറിന് മുമ്പ് എല്ലാം പഠിക്കുന്ന രീതിയിൽ ഒരു 1 ടൈം റിവിഷൻ കെമിസ്ട്രി കഴിയുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ ഓർത്ത് നോക്കാം. എല്ലാ ചാപ്റ്ററിന്റെയും കുറച്ച് ക്വസ്റ്റ്യൻസ് കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവരും അങ്ങനെ നോക്കണം കേട്ടോ. ഓക്കെ, എന്നാലേ നല്ല മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, പഠിച്ചോ? ഈ ബുക്ക് കൊണ്ടുവരണം, എന്നിട്ട് അതിൽ ടിക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, മിനിമം 50 ക്വസ്റ്റ്യൻസ് വെച്ച് എല്ലാ ചാപ്റ്ററിന്റെയും അല്ലെ. വെറും 500 ക്വസ്റ്റ്യൻസ് സിമ്പിൾ അല്ലെ. 30 ഡേയ്സ് ഉണ്ട്. ടിക്ക് ചെയ്യാം കേട്ടോ ഓർത്ത് നോക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് വേറെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പോവാം കേട്ടോ. അത് ചെയ്തു തുടങ്ങണം. ദെൻ പേജ് നമ്പർ 26 കേട്ടോ ഓർത്ത് നോക്കാം. പേജ് നമ്പർ 26 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ഡെൽറ്റ ആർ ജി ഫോർ ദ റിയാക്ഷൻ. ആൻസർ കീ നോക്കരുത് കേട്ടോ ആരും. കാൽക്കുലേറ്റ് ഡെൽറ്റ ആർ ജി ഫോർ ദ റിയാക്ഷൻ കേട്ടോ. ബുക്ക് കൊണ്ടുവരാത്തവർ എഴുതണം കേട്ടോ. ഓക്കെ, കാൽക്കുലേറ്റ് ഡെൽറ്റ ആർ ജി ഫോർ ദ റിയാക്ഷൻ. Mg plus Cu2 plus gives Mg plus Cu2 plus gives. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, നമ്മള് ഈ ഒരു ബുക്ക് ഇതുപോലെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ഫ്രണ്ട് പേജ് ആയിരിക്കില്ല, നിങ്ങൾക്കൊരു കാണിച്ചു തന്നെ അതാണെന്ന് കരുതിയിട്ട് തെറ്റിദ്ധരിക്കും. ഇതുപോലത്തെ കേട്ടോ ഓർത്ത് നോക്കാം. അതെ, ഇങ്ങനത്തെ ഒരു ബുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതില പേജ് നമ്പർ 26 ആണ്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 8 കേട്ടോ. ഓക്കെ, ആ നമ്പർ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 8. കാൽക്കുലേറ്റ് ഡെൽറ്റ ആർ ജി ഫോർ ദ റിയാക്ഷൻ. Mg2 പ്ലസ് ഇക്വേഷൻ തന്നേക്കാണ്. ഇതാണ് ഇക്വേഷൻ അവർ തന്നേക്കുന്നത്. ദെൻ അതിന്റെ താഴെ ഗിവൺ E0 സെൽ ഈക്വൽ ടു 2.71. E0 സെല്ല് തന്നിട്ടുണ്ട്. E0 സെൽ 2.71. എഫ് തന്നിട്ടുണ്ട് 96500. എഫ് 96500 കോളം. ഓക്കെ, കാൽക്കുലേറ്റ് ഡെൽറ്റ ആർ ജി. സാൻസ് ഏതായിരുന്നു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്? ആണോ? ഡെൽറ്റ ജി ആണ്. കാൽക്കുലേറ്റ് ഡെൽറ്റ ജി. ഡെൽറ്റ ജി ഇക്വേഷൻ എന്താ? വേറെ ആരും പറയണ്ട. ഡെൽറ്റ ജി ഈക്വൽ ടു ഐശ്വര്യ പറഞ്ഞു ഉണ്ടോ ഓർത്ത് നോക്കാം. മൈനസ് NF E0 സെൽ ഉണ്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമാണല്ലേ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുള്ളൂ. ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് NF E0 സെൽ. ഇനി N എന്താണ്? N മാർക്ക് കിട്ടിയ ബാക്കി എല്ലാം ഇവിടെ ഓക്കെ ആണ്. N എത്രയാ? നോക്കി, Mg2 പ്ലസ് ആയി. എത്ര ഇലക്ട്രോൺസിന്റെ ഡിഫറൻസ് വരുന്നത്? 2 അല്ലെ. Mg2 പ്ലസ് ആയി. എത്ര ഇലക്ട്രോണിന്റെ ഡിഫറൻസ് വരുന്നത്? 2 കേട്ടോ. അപ്പൊ N ഈസ് ഈക്വൽ ടു 2. N ഈസ് ഈക്വൽ ടു 2 ആയി. ദെൻ നെക്സ്റ്റ് എഫിന്റെ വാല്യൂ ഓൾറെഡി ഗിവൺ ആണ് അല്ലെ. ഫാരഡേ കോൺസ്റ്റന്റ് ആയിട്ട് എഫിന്റെ വാല്യൂ ഓൾറെഡി ഗിവൺ ആണ്. 96500 എന്ന് പറയുന്ന വാല്യൂ ആണ് E0 സെൽ. ഓക്കെ, അപ്പോ ഈ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു 96500 ഇൻറ്റു 2.71. കിട്ടിയോ ആൻസർ? എത്ര കിട്ടി? വാല്യൂ കിട്ടിയോ?
523.03. 523.03. 523.03. വിവേക് ഈ ബുക്ക് കൊണ്ടുവന്നോ കേട്ടോ ഇനി എല്ലാ ക്ലാസ്സിലും. ഇതുപോലത്തെ ബുക്ക് കിട്ടിയില്ലേ? ആ കിലോ ജൂൾ കേട്ടോ. ഓക്കെ, കിലോ ജൂൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് കിട്ടുമ്പോൾ ജൂളാണ്, അതിനെ കൺവേർട്ട് ചെയ്യണം. ഇത് ഒന്നല്ലേ, പാരന്റ് തന്നതല്ലേ? ആ വന്നം ഞാൻ വിളിക്കണോ? വിളിച്ച് പറയണം കേട്ടോ. ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ എത്തി കേട്ടോ. എന്നിട്ട് വന്ന് കളക്ട് ചെയ്യണം, ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത കാര്യമൊക്കെ നമുക്കൊന്ന് റെക്ടിഫൈ ചെയ്ത് എടുക്കണം കേട്ടോ. ഓക്കെ, എന്നാലേ ആവുള്ളൂ. സമയമുണ്ട്. ഈ 30 days, ഇന്ന് 1-ാം തീയതി ഡിസിഷൻ എടുക്കുക കേട്ടോ. ഓക്കെ, വീട്ടിൽ പോവുക, വേറെ ഒന്നും ആലോചിക്കരുത്. എത്ര വർഷം പഠിക്കും? ഡിസിഷൻ എടുത്ത് ആയിരിക്കണം കേട്ടോ. ഓക്കെ കേട്ടോ, നമുക്ക് എടുക്കാൻ പറ്റാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് കേട്ടോ. 1-ാം തീയതിയാണ്, നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റിയ ദിവസമാണ്. അപ്പോൾ എല്ലാവരും കേട്ടോ, ഈ ഇയർ അല്ലേ, ഈ ഇയറിൽ നമുക്ക് ലാസ്റ്റ് ചാൻസ് ആണ് കേട്ടോ. നന്നായിട്ട് അങ്ങ് പഠിക്കുക, ക്ലിയർ ചെയ്യുക. കാരണം അത് കഴിഞ്ഞാൽ പ്രാക്ടിക്കലായി ജനുവരി അല്ലേ. ഓക്കെ, അപ്പോൾ നല്ല അഗ്രസീവായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കുന്നതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ വൈകി വന്ന ആൾക്കാർ ഒന്ന് ഓർത്ത് വെക്കാൻ പറയാം. ഇവിടെ വന്നിട്ട് ഇക്വേഷൻസ് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് 3-ാമത്തെ ക്ലാസ്സാണ് ന്യൂമറിക്കലിൻ്റെ. ഫസ്റ്റ് ക്ലാസ്സിൽ എല്ലാ ന്യൂമറിക്കൽസ് എഴുതിയിട്ട് അന്നുണ്ടായിരുന്ന എല്ലാവരും കൊണ്ടും മുഴുവനും പറയിപ്പിച്ചു. സെക്കൻഡ് ക്ലാസ്സിൽ ഇതിൻ്റെ പാസ്റ്റ് ഇയറും ഇതുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇന്ന് എല്ലാ ക്ലാസ്സുകളിലും, ഇനി വരുന്ന എല്ലാ ക്ലാസ്സുകളിലും ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. അപ്പോൾ അന്ന് പറയാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ എനിക്കറിയാം കേട്ടോ, കുറച്ച് ആൾക്കാരൊക്കെ. അപ്പോൾ അത് വരും കേട്ടോ, ഓർത്ത് നോക്കുക. ഓർഗാനിക് ഏതൊക്കെ പഠിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? എല്ലാ ക്ലാസ്സുകളിലും ഞാനിത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വരുന്നതും എവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി പഠിക്കുക. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സിസ്റ്റമാറ്റിക് അല്ലാതെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പഠിക്കുന്നത് മുഴുവനും നിങ്ങൾക്കെതിരായിട്ട് വരും. മനസ്സിലായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ബുക്ക് റൂമിലേക്ക് എല്ലാം ഡംപ് ചെയ്യണ പോലെ ഇങ്ങനെ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് ഇവിടെ വലിച്ചു വാരി പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾക്കത് ക്ലീൻ ആക്കാതെ അതിൻ്റെ അകത്തോട്ട് പോലും കയറാൻ പറ്റില്ല. മനസ്സിലായി? അതുകൊണ്ട് ഓർഡറാക്കി വൃത്തിയിൽ പഠിക്കാൻ നോക്കുക. പഠിക്കുന്ന എന്ത് കാര്യവും ഓർഡറാക്കി പഠിക്കുക. പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പഠിക്കുന്നത് ഓർഡറായിരിക്കണം എന്ന് പറഞ്ഞ് കെമിസ്ട്രി എന്താ പഠിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ എന്താ പറഞ്ഞേ? ആദ്യം എന്താ പഠിപ്പിച്ചേ? നെയിമിങ് റിയാക്ഷൻ. അങ്ങനെ പഠിക്കണമെന്നാ പറഞ്ഞേ. ഓർഗാനിക് ചാപ്റ്റർ എടുത്തിട്ട് ആദ്യത്തെ എനിക്ക് വേണമെങ്കിൽ അല്ലെ പ്രിപ്പറേഷൻസ്, കെമിക്കൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി അങ്ങനെയല്ല ഞാൻ പഠിപ്പിച്ചത്. എന്തുകൊണ്ട് എക്സാമിന് എന്ത് വരുന്നോ ആ പാറ്റേണിൽ നിങ്ങൾ പഠിക്കാവൂ, അല്ലെങ്കിൽ ഒന്നും ആവില്ല. ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ ഒറ്റ ക്വസ്റ്റ്യൻ ഇല്ല ഇന്നേ വരെ. പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ അങ്ങനെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നോർമലി എന്താണ് ഒരു 15 ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാ. ആ സമയത്ത് നെയിം റിയാക്ഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ ആ ടൈപ്പ് പഠിക്കുക. ആ ഒരു ഒബ്സർവേഷനാണ് വരുന്നത്. ഓക്കെ, ഇതെന്നല്ല കേട്ടോ, ഏത് കോമ്പറ്റേറ്റീവ്. ഇനി നിങ്ങൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസും ബാക്കി കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യും. അത് സ്മാർട്ടായിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യുക. അതെന്താണോ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ബാലൻസ് ചെയ്ത് പഠിക്കണം. അതെന്താണോ ആദ്യം എക്സ്പീരിയൻസ് ചെയ്ത് അതനുസരിച്ച്, അല്ലെങ്കിൽ വൃത്തിയോ കേട്ടോ. ഓക്കെ, ദെൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? നെയിമിംഗ് റിയാക്ഷൻസ്. സെക്കൻഡ് എന്തായിരുന്നു? മെക്കാനിസം. അത് കഴിഞ്ഞാൽ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ്. ഇത് കിട്ടുമെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക സെൽഫായിട്ട്. ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് എന്ന് നിങ്ങൾ ഇപ്പൊ പറയണം. ആ സ്പോട്ടിൽ എനിക്ക് ഓർമ്മ വരുന്ന എല്ലാ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റും ആ സെക്കൻഡിൽ ഓർമ്മ വരും. 8 ആണെങ്കിൽ 8. ആദ്യത്തെ എന്തായിരുന്നു? ലൂക്കാസ് ടെസ്റ്റ്, ടോളൻസ്, ഫെയിലിങ്സ്, ഐഡഫോം, സോഡിയം ബൈകാർബണേറ്റ് ടെസ്റ്റ് ഉണ്ടോ? ഓർത്ത് നോക്കുക. ആ പേരുകൾ കിട്ടിയാൽ മതി, ബാക്കി മൈൻഡ് ഫില്ല് ചെയ്യാൻ പറ്റും. ആ പേര് കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, നെയിമിംഗ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ആ പേരാ പറയിപ്പിച്ചേ. ഓർത്ത് നോക്കുക. എന്തായിരുന്നു ഫസ്റ്റ്? ഒന്ന് നോക്കിയേ. സാൻമേയസ്, ഫിംഗൽസ്റ്റീൻ, സ്വാർട്സ്, റൂട്ട്സ്ഫിറ്റിക്, ഫ്രെഡൽക്രാഫ്റ്റ്, കോട്സ്, റൈമർടൈമൻ, വില്യംസൺ സിന്തസിസ്. പിന്നെന്തായിരുന്നു? റോസൻമോൺ, സ്റ്റീഫൻ, എറ്റാർഡ്, ഗട്ടർമാൻ കോച്ച്, ക്ലെമൻസൺ റിഡക്ഷൻ, വൂൾഫ്-കിഷ്ണർ റിഡക്ഷൻ, ആൽലോഡ് കണ്ടൻസേഷൻ, കാനിസാരോ, ഡീകാർബോക്സിലേഷൻ, HVZ. അടുത്തെന്തായിരുന്നു? അമോണലിസിസ്, ഗബ്രിയേൽ താലിമൈഡ്, ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? കാർബൈലമീൻ റിയാക്ഷൻ, ഡയസോട്ടൈസേഷൻ, ഗട്ടർമാൻ കപ്ലിംഗ്. ഉണ്ടോ? ഓർത്ത് നോക്കുക. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ
നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോ ഇത് എന്തായിരുന്നു? ഫസ്റ്റ് നെയിമിങ്, ദെൻ എന്തായിരുന്നു? മെക്കാനിസം, ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ്, അത് കഴിഞ്ഞ് ഗീവ് റീസൺ. ഗീവ് റീസണെ തന്നെ ടൈപ്പ് ആക്കി നമ്മൾ അതിനകത്ത് അല്ലെ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, അസിഡിറ്റി, അതിനെ ടൈപ്പ് എന്ന് പറയും. ആ ടൈപ്പ് കാറ്റഗറി നിങ്ങൾ നോക്കുക. പിന്നെ ഇൻഡിവിജ്വലി ചാപ്റ്ററിൽ വന്നേക്കുന്ന ഗീവ് റീസൺ. അങ്ങനെ നമ്മൾ അതിനെ ടൈപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നാലാമത്തെ ഇതായി. അഞ്ചാമത്തെ എന്തായിരുന്നു? ആക്ച്വലി കൺവേർഷൻസ് അല്ലെ. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ചാർട്ടുകൾ 4 സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ എന്ത് ചെയ്യണം? അല്ലെ, ക്ലിയർ ആവണം. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഓർഗാനിക് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ നോക്ക്. ഈ കാറ്റഗറി അല്ലാതെ വേറെ വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്ക്. നോർമലി കൺവേർഷൻ ഉണ്ടാവും. എ ബി സി ഡിയും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. എ ബി സി ഡി 6ാമത്തെ ടൈപ്പ് എ ബി സി ഡി. എ കോമ്പൗണ്ട്, അത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു 6 ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. 6 ഇല്ല. ആദ്യത്തെ ചാപ്റ്ററിൽ 2, സെക്കൻഡ് ചാപ്റ്ററിൽ ഇല്ല, തേർഡ് ചാപ്റ്ററിൽ 2 കിടപ്പുണ്ട്, 4, 5 കൂടെ ഉണ്ട്. 5 ടെക്സ്റ്റ് ബുക്കിൽ എ ബി സി ഡി ക്വസ്റ്റ്യൻസ്. ദെൻ അതുപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി പഠിച്ചു വെക്കുക. അപ്പൊ എന്താണ്, ഒരു 10 കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ടൈപ്പായി. ഇനി എന്നിട്ട് നിങ്ങൾ എന്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ടൈപ്പുകൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എന്താ? ന്യൂമറിക്കൽസ്. കാരണം ആ ചാപ്റ്ററുകൾ, ന്യൂമറിക്കൽസ് എന്ന് പറയുന്ന 3 ചാപ്റ്ററുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അതിലെ മാർക്കിന്റെ വെയിറ്റേജിൽ ഏറ്റവും കൂടുതൽ ഇത് തന്നെയാണ് ആക്ച്വലി ന്യൂമറിക്കൽ ആയിട്ട് വരുന്നതാണ്. ഈ ചാപ്റ്ററിൽ അതർ ദാൻ ന്യൂമറിക്കൽ എന്തൊക്കെ തിയറി ക്വസ്റ്റ്യൻ അവർക്ക് ചോദിക്കാൻ പറ്റും? കൊളറസ്ട്രോ ചോദിക്കാൻ പറ്റും. പിന്നെന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് weak electrolyte, then metallic conductance and electrolytic conductance, Faraday first law and second law. പിന്നെ എന്തായിരുന്നു? ബാറ്ററി, കൊറോഷൻ, ഓർത്തോക്കെ, ഫ്യൂവൽ സെൽ. ഇത്രയേ ഉള്ളൂ. അപ്പോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 6-7 ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഈ ചാപ്റ്ററിലുള്ളൂ, അതർ ദാൻ ന്യൂമറിക്കൽ. ന്യൂമറിക്കൽ ആണ് ഇതിൽ നിങ്ങൾ നോക്കി അറിയാം. പാസ്റ്റ് ഇയർ ക്വസ്റ്റിന്റെ ഈ ബുക്കിൽ നോക്കിയാൽ ഓൾമോസ്റ്റ് ന്യൂമറിക്കലാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഡെൽറ്റാജിയുടെ ക്വസ്റ്റൻ ആണ് ആദ്യത്തെ ക്വസ്റ്റൻ കേട്ടോ. അപ്പൊ ഇപ്പൊ വന്നേക്കുന്ന ആൾക്കാരും ഒക്കെ ശ്രദ്ധിക്കുക. നമ്മള് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബുക്ക് കേട്ടോ. ഓക്കെ, അതില് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 9 ഉള്ള ആൾക്കാർ ടിക്ക് ചെയ്ത് പോകണം കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം വായിക്കുന്നതോ കേൾക്കുന്നതോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടിക്ക് ചെയ്തു കേട്ടോ. ബുക്ക് കൊണ്ടുവരാത്ത ആൾക്കാർ എഴുതണം കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി. Equilibrium constant Kc for the given reaction is 10. Equilibrium constant Kc for the given cell reaction is 10. Calculate E naught cell. Calculate E naught cell. Calculate E naught cell. Then അതിന് താഴെ A plus B2 plus gives A2 plus B. ഇതാണ് ഒരു ഇക്വേഷൻ ആയിട്ട് തന്നേക്കുന്നത്. ഈ നോട്ട് സെല്ല് പോസിറ്റീവ് ആയാൽ സെൽഫ് ഫിസിബിൾ ആണ്. സാർ ഏതായി ഇക്വേഷൻ സാറാ പറ. E naught cell equal to 0.059 divided by n log case. Log case. Log Kc. ഇനി എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലെ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n എത്രയായിരുന്നു? n ഇവിടെ വരുന്നത് n എത്രയാന്ന് നോക്കിയേ. A gives A2 plus എത്ര ഡിഫറൻസ്? 2 ആണ്. ഓർത്ത് നോക്കുക. ദെൻ രണ്ടിനും സെയിം ആണോന്ന് നോക്കണം. അപ്പൊ n എത്രയാ? 2. n 2 കിട്ടി. E naught cell equal to എന്ത് വരും? 0.059 divided by 2 log 10. Log 10. Log 10 എത്രയാ വാല്യൂ? Log 10 1. ഓർത്ത് നോക്കാം. ലോഗരിതം ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ? ഓക്കെ ആണോ? ലോഗ് 1000 എത്രയാ വാല്യൂ? 3. അറിയാലോ അല്ലെ? ആ ബേസിക് ഐഡിയ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, ലോഗ് 10⁻³ അപ്പൊ എത്രയായിരിക്കും? -3. ഓക്കെ, ആന്റി ലോഗ് ഓഫ് 2 എത്രയാ? ആന്റി ലോഗ് ഓഫ് 2 ഇവിടെ ശ്രദ്ധിക്കും. ആന്റി ലോഗ് ഓഫ് 2
പോയിന്റ് ഒന്നുമില്ല. ആന്റി ലോഗ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആന്റി ലോഗ് ഓഫ് 2 ഇവിടെ പറ, അവ്യയൊക്കെ പറയും. ആന്റി ലോഗ് ഓഫ് 2 എത്രയാ? ലോഗ് 100 എത്രയാണ്? ലോഗ് 100 2. എന്തുകൊണ്ടാണ് 2 ആയത്? നിങ്ങൾക്ക് അറിയാം 10⁻²2 ആണ് അല്ലെ. അപ്പോ ആന്റി ലോഗ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10⁻²2. ഓർത്ത് നോക്കാം. ആന്റി ലോഗ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10⁻7. ഓർത്ത് നോക്കാം. അതെന്തായാലും അറിഞ്ഞു വെക്കണം. ആന്റി ലോഗ് 1 എന്ന് പറഞ്ഞപ്പോ 10 അല്ലെ. 1 എന്ന് പറയുമ്പോൾ 10⁻1 കേട്ടോ. ഓക്കെ, ആ രീതിയിലാണ് ആന്റി ലോഗ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ആന്റി ലോഗ് എന്ന് പറഞ്ഞാൽ 3 തന്നാൽ 10⁻3 കേട്ടോ. ആന്റി ലോഗ് ഓഫ് -3 അപ്പൊ എത്രയായിരിക്കും? 10⁻−3 കേട്ടോ. ഓക്കെ, ആന്റി ലോഗ് ഓഫ് 4 അപ്പൊ എത്രയായിരിക്കും? 10⁻4. അങ്ങനെ ഓർത്തു വെക്കണം. അതാണ് ബേസിക് ഐഡിയ. ഇനി ശരിക്കും ചെയ്യേണ്ടത് ഒന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒന്നും കൂടി ലോഗ് മുഴുവനായിട്ടൊന്ന് ചെയ്തു തരാം. നിങ്ങൾക്ക് ലോഗരിതത്തിൽ ബാക്കിൽ അവിടെ തന്നിട്ടുണ്ടാവും കേട്ടോ, ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും. ടീച്ചേഴ്സ് അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്, മറ്റേ ബുക്കില്ല അല്ലെ. ഓർത്ത് വെക്കാം, നിങ്ങൾക്ക് വാല്യൂസ് തരും. എങ്കിൽ പോലും നിങ്ങൾക്ക് അതിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇത്രയെങ്കിലും അറിഞ്ഞു വെക്കണം. ഇത് തരില്ല ആരും കേട്ടോ. ഓർത്ത് വെക്കാം. ആന്റി ലോഗ് ഓഫ് 2 എന്ന് പറഞ്ഞിട്ട് അതിന്റെ വാല്യൂ ഒന്നും അവർ തരുന്നില്ല കേട്ടോ. ഓർത്ത് വെക്കാം. ബേസിക് ലോഗരിതം ആൻഡ് ആന്റി ലോഗരിതം അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി പോക്കോ കേട്ടോ. ഓക്കെ, ഇതിനു മുമ്പ് ഞാൻ എഴുതിയെന്നാണ് എന്റെ ഓർമ്മ. നമ്മൾ 11th ഒക്കെ പറയുന്നുണ്ട്, ഓർത്ത് നോക്കാം. ലോഗ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ലോഗ് 10 അത് എന്തുകൊണ്ടാണ്? 10⁻1 ആയതുകൊണ്ടാണ്. അങ്ങനെ വന്നാൽ ലോഗ് 100 എന്ന് പറഞ്ഞാൽ 2 ആണ്. 10⁻2 ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ലോഗ് 100 എന്ന് പറഞ്ഞാൽ 2 എന്തുകൊണ്ട് വന്നു? 10ന്റെ പവറിൽ ഇരുന്നാണ് എഴുതുന്നത് അല്ലെ. അപ്പൊ ലോഗ് 1000 എന്ന് പറഞ്ഞാൽ 3. ഓക്കെ, ഇനി ലോഗ് 173 ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ലോഗ് 173 ആദ്യം എന്ത് എഴുതണം? 173 എന്ന് പറയുമ്പോൾ 100ന്റെ മുകളിലാണ് അല്ലെ. 100ന്റെ മുകളിലാണെങ്കിൽ എന്തായിരിക്കും? 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 ഡിജിറ്റ് വന്നിട്ടുണ്ട്. 3 ഡിജിറ്റ് അല്ലെ, 3 കംപ്ലീറ്റ് ഡിജിറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് എഴുതണം? 2 പോയിന്റ് എന്ന് എഴുതണം. 3 പോയിന്റ് എന്ന് എഴുതാൻ പറ്റുമോ? 3 പോയിന്റ് എന്ത് വരും? 1000. ഇനി ബാക്കി പോയിന്റ് കഴിഞ്ഞുള്ള വരണത് കണ്ടെത്താൻ 173 ആണ്. അത് നമ്മൾ 2 ഡിജിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 17,3 എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? 17,3 2 ഡിജിറ്റ് വെച്ചിട്ടാണ് ലോഗരിതത്തിൽ നോക്കുന്നത്. 17,3 ടെക്സ്റ്റ് ബുക്കുള്ള ആൾക്കാരൊക്കെ ഒന്ന് എടുത്തേ. ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ ലോഗരിതം ടേബിൾ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇപ്പൊ ഒന്ന് പറഞ്ഞുതരാം, കാരണം ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവരുത്. ലോഗരിതത്തില് ഇവിടെ നോക്കിയേ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെയാണ് 10 മുതലാ തുടങ്ങുന്നത് അല്ലെ. 10. അപ്പൊ ഇവിടെ എന്ത് നോക്കണം? 17 കണ്ടോ? ദെൻ ഇവിടെ നിന്ന് എന്ത് നോക്കണം? 3 കേട്ടോ. ഓർത്ത് നോക്കാം. 3 ടെക്സ്റ്റ് ബുക്കുള്ള ആൾക്കാർ എടുത്തു? ഇല്ല, ആരും ഇല്ല. 17 3 കണ്ടോ? തുറന്നു 2380. അങ്ങനെയാണെങ്കിൽ ഈ 17 3 കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് കൂടി ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് മീൻ ഡിഫറൻസ് എടുക്കണം. കേട്ടോ. ഓക്കെ, ആദ്യം 17.3 നോക്കാം കേട്ടോ. ഓക്കെ, എങ്ങനെ എടുക്കും? 17.3 17 എടുത്തേ, 3 എടുത്തേ മൻ ഉണ്ടോ. ഓക്കെ, അവിടെ നിന്ന് എടുക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ 17.35 അങ്ങനെ ഒരു നമ്പർ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ ബാക്കി അവിടെ നിന്ന് എടുക്കും. ഉണ്ടോ, ഇവിടെ നിന്ന് കണ്ടോ, അവിടെ നിന്ന് അതിനെ നേരെ നോക്കിയിട്ട് എടുക്കണം കേട്ടോ. ഓക്കെ, 17.3 എടുത്ത് കാണിച്ചു തന്നെ 3 ഉണ്ടോ. ഓക്കെ, ആ നമ്പർ എഴുതണം. അപ്പൊ ആ നമ്പർ ആണ് 2 പോയിന്റ് കഴിഞ്ഞിട്ട് എത്രയാ നമ്പർ എന്ന് പറഞ്ഞേ? 2.2380 അല്ലെ. ഓക്കെ, 17 കണ്ടോ? 3 എടുക്കുന്ന എവിടെ നിന്നാന്ന് വെച്ചാൽ ഉണ്ടോ? 2380 ഉണ്ടോ? ഓർത്ത് നോക്കാം. 17 കണ്ടോ? 3 എടുത്തേ മൻ 28380 കേട്ടോ. ഓക്കെ, പാരന്റ് കൂട്ടി വന്നോ കേട്ടോ. എന്നിട്ട് ഇരുന്ന് ബുക്കൊക്കെ തരണം, കാര്യങ്ങളൊക്കെ സംസാരിക്കണം.
എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, കൺവീനിയന്റ് ടൈം നോക്കിയിട്ട് ഒന്ന് വിളിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, എവിടെ ബിലാലിനെ അറിയാം അല്ലേ? ഉണ്ടല്ലോ, കിട്ടിയില്ലേ? അതല്ലേ, ഇത് ആന്റി ലോഗരിതം കേട്ടോ. ആന്റിയിൽ പോയിന്റ് ആയിരിക്കും കേട്ടോ. 2380. ഓക്കെ ആണോ? അപ്പോ നമ്മള് ഇത് കണ്ടോ, ഇങ്ങനെ വന്നു. 2 എത്രയായിരുന്നു ബിലാൽ പറഞ്ഞത്? 2380 ഉണ്ടോ? ഇതാണ് ഇതിന്റെ ആൻസർ, log 17.3. അങ്ങനെയാണെങ്കിൽ log 17.3 അതിന്റെ ആൻസർ എന്തായിരിക്കും? 17 എന്ന് പറഞ്ഞാൽ 100-നേക്കാൾ സ്മോളർ ആണ്, 10-നേക്കാളും ഹയർ ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം അല്ലെ? 1 സെയിം ഇതായിരിക്കും. നമ്മൾ ഈ 1 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ പോയിന്റ് ഒന്നുമില്ല, 17,3 അങ്ങനെ എടുക്കാവൂ. അപ്പൊ എന്ത് വരും? 1.2380. ഐഡിയ മനസ്സിലായി? ഇനി അടുത്തത് log 1.73. അപ്പൊ എന്തെഴുതും? 0 പോയിന്റ് ഉണ്ടോ? ഓർത്തോക്കെ. അപ്പൊ 1 ഡിജിറ്റ് വന്ന അല്ലെ, ഒരെണ്ണം എന്നെയൊക്കെ പഠിപ്പിച്ച ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇതിന്റെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു 6 പോയിന്റ് അല്ലെങ്കിൽ ലെസ് ദാൻ 10 വന്ന അപ്പൊ തന്നെ എന്ത് എഴുതണം? 0 പോയിന്റ്. അത് 1 വേ. 2 ഡിജിറ്റ് വന്നാൽ എന്ത് ചെയ്യണം? 2 - 1 1 ഉണ്ടോ? ഓക്കെ. 3 ഡിജിറ്റ് വന്ന 2 പോയിന്റ്, 4 ഡിജിറ്റ് വന്ന 3 പോയിന്റ്, അങ്ങനെ എടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഓർത്ത് വെച്ചാലും മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 0.2380 അല്ലെ? ഓക്കെ. വിവേക് ഇപ്പൊ ആലോചിച്ച വേറെ സാധനമാണ് അല്ലെ? പുറത്തു നോക്കാം. എന്താണ് വിവേക് ആലോചിച്ച? അങ്ങനെയാണെങ്കിൽ സാറേ ലോഗ് 0.000000173 വന്ന സാർ എന്ത് ചെയ്യും? അതാണ് വിവേക് ആലോചിച്ച്. എന്ത് ചെയ്യും? പറ. എന്താണല്ലോ എഴുതി വെച്ചേക്കണത് അല്ലെ? അങ്ങനെ ആലോചിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? പറ. നിങ്ങൾ പറയപ്പോ പറഞ്ഞതല്ലേ? കേട്ടാ, ഇറക്കി കിട്ടി. പറഞ്ഞോ, ശരിയാണ്. കണ്ടോ കണ്ടോ, 0നെ മാറ്റുന്നു. കണ്ടോ, സാറ് പറഞ്ഞ് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, സാറേ ആണെങ്കിൽ അത് 1.73 ഇൻറ്റു എങ്ങനെ എഴുതും? 1 2 3 4 5 10⁻⁻⁵. ഉണ്ടോ ബിലാലെ? ഉണ്ടോ? സാറേ എഴുതും. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതും? പറഞ്ഞു. ഇതിനെ സെപ്പറേറ്റ് ആകും. കണ്ടോ, അതാണ് ബിലാൽ. ഉണ്ടോ? ഓക്കെ. log 1.73 ഇൻറ്റു 10⁻⁻⁵. കണ്ടോ, അതിനെ ലോഗ് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും അല്ലെ? എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യണേ? log 1.73 പ്ലസ് log ഓഫ് 10⁻⁻⁵. ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ ബാർ ഇട്ട് പഠിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് ലോഗരിതത്തിന്റെ, അതിൽ വേണ്ട കേട്ടോ. ഓർത്തോ, ഒരു ബാർ ഇട്ട് ലോഗരിതത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെ പോകും. അത് ആരെങ്കിലും, അതാണ് ഒതന്റിക് വേ. ഒതന്റിക് വേ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് എളുപ്പമുള്ള വഴിയാണ്. മനസ്സിലായി? നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 1.73 നിങ്ങൾക്ക് കിട്ടുമല്ലോ. എത്രയായിരുന്നു? 0.23 അല്ലേ? 2380. ഇവിടെ പ്ലസ് ലോഗ് 10⁻⁻⁵ എത്രയായിരിക്കും? -5. ഇനി മൈനസും പ്ലസും വന്ന മൈനസ് അല്ലേ വരിക? ഹയറിൽ നിന്ന് സ്മോളർ സബ്സ്ട്രാക്ട് ചെയ്ത് ആരുടെ വാല്യൂ കൊടുക്കണം? ഹയറിന്റെ വാല്യൂ അല്ലെ? അപ്പൊ -4 വരും. അതാണ് ആൻസർ. അല്ലെങ്കിൽ ബാർ ഇട്ടുള്ള ഒരു ആൻസറിലേക്ക് നിങ്ങൾ പോവും കേട്ടോ. അതിന് പകരം ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഓർത്തോക. 0.2380 അല്ലേ? ഇത് 5 ആണ്. അപ്പൊ പ്ലസ് മൈനസും വന്നാൽ എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് ഉണ്ട്. അത് തന്നെ. യെസ്. ഉണ്ടോ? ഓക്കെ. അപ്പൊ ആ രീതിയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാം കണ്ടെത്താൻ പറ്റുമെന്ന് പറയുകയാണ് കേട്ടോ. ഓക്കെ. ഇനി അതുപോലത്തെ ഉള്ള ഭയങ്കര സംഭവങ്ങളൊന്നും നിങ്ങൾക്ക് വന്നൂല്ല കേട്ടോ. ഓക്കെ. ഇൻ കേസ് ഇതില് നിങ്ങൾ വേറെ ഒന്നുമില്ല, ഇത്രയും പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ log 2 എങ്ങനെ നോക്കും? log 2 എങ്ങനെ നോക്കും? പറ. log 2 എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് എഴുതും? 1 പോയിന്റ്. എന്നിട്ട് ലോഗരിതത്തിൽ എവിടെ എങ്ങനെ നോക്കും? ലോഗരിതം തുടങ്ങുന്ന 10 ഇതാ. അപ്പൊ എന്ത് ചെയ്യണം? 20,0. എവിടെ നോക്കണ്ടേ? 20,0. അപ്പൊ log 6 എങ്ങനെ നോക്കും? പറഞ്ഞോ. ആദ്യം എന്ത് എഴുതണം? log 6 എന്ത് എഴുതണം? 6 എന്ന് പറഞ്ഞാൽ പറഞ്ഞു.
6 എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റ് അല്ലേ, അപ്പൊ എന്ത് എഴുതണം 0 പോയിന്റ്, എന്നിട്ട് എന്ത് എഴുതണം 60,0 കേട്ടോ. അതിന്റെ ഫ്രണ്ടിൽ ഇഷ്ടമുള്ള 0 കൊടുക്കാന്ന്. ഇപ്പൊ ഇവിടെ 1.73 എങ്ങനെയാ നോക്കിയാൽ നമ്മൾ 17,3 എന്നല്ലേ നോക്കിയേ, ഉണ്ടോ? ഇതും 17,3 എന്നല്ലേ നോക്കിയേ, ഇതും 17,3 എന്നല്ലേ നോക്കിയേ. അപ്പൊ log 6 എന്ന് പറഞ്ഞാൽ 6 കഴിഞ്ഞിട്ട് എത്ര 0 വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ log 6ന്റെ വാല്യൂ എഴുതി വെക്കാം കേട്ടോ. ഇത് എഴുതണം കേട്ടോ. log 6 എങ്ങനെയാ നോക്കണ്ടേ 0 പോയിന്റ്, അത് കഴിഞ്ഞിട്ട് എങ്ങനെ ലോഗരിതം ടേബിളിൽ നോക്കണം 60, പറയും 0, 60,0. അപ്പൊ ആണോ എങ്ങനെ ഉണ്ടായിരുന്നു? കൊണ്ടുവന്നോ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? ഒന്നെടുത്തോ, ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതുണ്ടോ 60,0 നോക്കണം കേട്ടോ. ഇനി log 60 വന്നാൽ എന്താ തന്നെയായിരിക്കും 60,0 ഉണ്ടോ ഓർത്തോ. കാരണം എന്തുകൊണ്ടോ ഇവിടെ തുടങ്ങുന്നത് മുഴുവനും 10 വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ log 6 എന്ന് പറയുമ്പോഴും നമ്മൾ ആദ്യം 0 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ 0 കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ 60,0 ഇപ്പൊ എത്ര കിട്ടി 7782 ഉണ്ടോ. ഇവിടെ കണ്ടെത്തി 7782 കേട്ടോ. അപ്പൊ എന്താ എഴുതണം 0.7782. വിവേക് എന്താണ് ബോഡി ചെയ്യണം ആഗ്രഹം? 60,0. അപ്പൊ എന്ത് വരും 7782 കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സയൻസ് ഓക്കെ അല്ലേ? ഓക്കെ, log 6 ഓക്കെ അല്ലേ? അതൊക്കെ അല്ലേ? 60,0 ഉണ്ടോ? അവിടെ നിന്ന് 0 7782. ഇനി ഇവിടെ തന്നെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഒന്ന് എഴുതിയേ ആന്റി ലോഗ്, നിങ്ങൾ എഴുതി വെക്കണോട്ട്. ആന്റി ലോഗ് 1 എത്രയായിരിക്കും 10⁻1. ആന്റി ലോഗ് 2 എത്രയായിരിക്കും 10⁻2. then ആന്റി ലോഗ് 9 എത്രയായിരിക്കും 10⁻9. ആന്റി ലോഗ് -7 എത്രയായിരിക്കും 10⁻7. ഇത്രയും വരെ ഒന്ന് എഴുതിയ എല്ലാവരും. അപ്പൊ എന്താന്ന് മനസ്സിലായിക്കോളൂ കേട്ടോ. ഓക്കെ, then ആന്റി ലോഗ് വേഗം എഴുതിക്കോട്ടോ. ആന്റി ലോഗ് 3.8214. ആന്റി ലോഗ് 3.8214. ആന്റി ലോഗ് 3.8214 എങ്ങനെ ചെയ്യും? 3 വന്നാൽ എന്ത് ചെയ്യണം പറയ് 10⁻3 എന്ന് എഴുതണം അല്ലേ? ഓക്കെ, ആദ്യമേ തന്നെ എന്ത് എഴുതണം 10⁻3. ഇവിടെ ഞാൻ 10⁻3 എന്ന് എഴുതി. ഇനി ആന്റി ലോഗരിതം സ്റ്റാർട്ട് ചെയ്യുന്നത് പോയിന്റ് ചെയ്താണ്. അവിടെ 0.82 ഉണ്ടോ? ഓർത്ത് നോക്കാം 0.82 ഉണ്ടാകും. അതിൽ ഏതൊക്കെ നോക്കണം 14 കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ കേട്ടോ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കണം. അല്ലെങ്കിൽ ഇത് കണ്ടോ ആന്റി ലോഗരിതത്തിൽ ഇത് എവിടെ നോക്കിയേ പോയിന്റിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ആന്റി ലോഗരിതം മുഴുവൻ പോയിന്റ് ആണ് ആക്ച്വലി. ഇത് എവിടെ നോക്കാം കേട്ടോ പോയിന്റ്. നിങ്ങളുടെ ബുക്ക് എടുക്കണം. ആ പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പോയിന്റിൽ ഇങ്ങനെ പോകുമ്പോൾ 0.20 0.2534 കഴിഞ്ഞ അടുത്ത പേജിലേക്ക് എത്തും കേട്ടോ. ഓക്കെ, അടുത്ത പേജിൽ അവിടെയാണ് 0.82 ഉള്ളത് കേട്ടോ. ഓക്കെ, ഇത് ഇവിടെ നോക്കാം. 0.82 എന്ന് കാണിച്ചു തന്നെ കാണിക്കും. അതില് 1 82 1 എടുക്ക 1 എത്ര കിട്ടി 64 അല്ലേ? അല്ലേ 82 ആണ്. ഓക്കെ, അപ്പൊ 6622 നല്ല നമ്പർ അല്ലേ? 6622. ഓക്കെ, കൊള്ളാം. കാരണമൊക്കെ നെക്സ്റ്റ് ഇവിടെ നിന്ന് 4 എടുക്കും. മീൻ ഡിഫറൻസ് 4 എടുത്തേ. തെറ്റിക്കരുത്. 6 അത് അറ്റത്ത് കൂട്ടിയേ. കിട്ടിയല്ലോ, എഴുതി വെക്കട്ടോ. എന്നോട് ചോദിച്ചു പറയാം കേട്ടോ. ഓക്കെ, വിവേകം മോനെ നോക്കിയേ നോക്കിട്ട് പറഞ്ഞു എവിടെ 0.82 അതില് എത്രയാണ്
നോക്കൂ ശരിക്കും 82-ൽ 1 എവിടെ? 82-ൽ 1 82 എടുക്കും. 0.82 എവിടെ? അല്ല അങ്ങനെയല്ല. എന്നാട്ട് കൊച്ചായിട്ട് ഇവിടെ നോക്ക് 0.6082 അതിൽ 1 പിടിച്ചേ. ആ എത്രയാ? 6622. ഇനി അവിടെ പിടിച്ചു വെച്ചിട്ടോ, കൈ കളയരുത്. ഓക്കെ, ഇനി ആ അറ്റത്തെ നമ്പർ നോക്കിയേ, എത്രയും കൂടി വേണം? 4 മീൻ ഡിഫറൻസ് ആയിരിക്കും. ഇതാണ് മീൻ ഡിഫറൻസ്. 4ന്റെ അവിടെ എത്ര വാല്യൂ വന്നേക്കണം നോക്കിയാൽ 6 ഉണ്ടോ? ഓക്കെ, അപ്പൊ എത്രയാവും? ഈ 2ന്റെ അറ്റത്ത് ആഡ് ചെയ്ത് 6 ആഡ് ചെയ്താ 28. ഓക്കെ അല്ലേ? അത് തന്നെ. ഓക്കെ, ഞാൻ പറയാം. എവിടെ? അവിടെ ഒക്കെ കാണിച്ചു തന്നെ. ആ ഓക്കെ, കിട്ടിയോ? ആ ഓക്കെ, ഇനി എന്ത് ചെയ്യണം? കഴിഞ്ഞിട്ടില്ലല്ലോ. 4 മീൻ ഡിഫറൻസ് 4 എടുത്തിട്ട് 6 അതിൽ ആഡ് ചെയ്യണം. അവസാനം ഒരു 4 ഇല്ലേ? ആ 4 എൻ്റെ എത്ര നമ്പർ നോക്ക്. ഇത് കിട്ടിയില്ലേ? ഇതിങ്ങനെ കൈവച്ചിട്ട് ഇവിടെ നിന്ന് മീൻ ഡിഫറൻസ് ചെയ്യുന്ന 4ന്റെ നേരെ 6 ആഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 6628 കേട്ടോ. കണ്ടെത്തിയില്ല മോൻ? ഓക്കെ അല്ലേ? ആ വേഗം ചെയ്യും. കണ്ടോ 0.82 എവിടെ? 0.82 അതില് ആ ഓക്കെ. ഇനി ആ ഒരു മീൻ ഡിഫറൻസ് എന്ന് പറയും ആ ലാസ്റ്റത്തെ നമ്പർ 4 അല്ലേ? ഈ 4ന്റെ നേരെ നമ്പർ വന്നേക്ക് നോക്കി. 6 അല്ലേ? ആ 6 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആ 2ന്റെ ഏറ്റവും ലാസ്റ്റ് 28. കുഴപ്പമില്ല. ഓക്കെ, 0.82 ഉണ്ടോ? ഓക്കെ, അതിന് നേരെ എത്രയുണ്ട്? 2 ഉണ്ട്. കണ്ടോ? ഈ 2ൽ വരുമ്പോൾ എത്ര വന്നു? ഇല്ലല്ലോ, ഈ 2 കേട്ടോ. 2 ഉണ്ടോ? ഓക്കെ, 1 ആണ്. 821 അല്ലേ? 1 ഉണ്ടോ? ഓക്കെ, 1. ഇനി 4 ഉണ്ട് അറ്റത്ത്. കണ്ടോ? 4 കണ്ടോ അവിടെ? മോനെ നോക്കി. 3.824 അല്ലേ? ആ 4 ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ 6 ഉണ്ട്. ഇത് കണ്ടോ? ഇവിടെ 6 വന്നേക്കുന്നത് എവിടെ? കണ്ടോ? ഈ 6 അത് ഈ നമ്പറിന്റെ ഒപ്പം ആഡ് ചെയ്യണം. അപ്പൊ എത്ര വരും? 6 അപ്പൊ 8 ആവും. കണ്ടോ? ഓർത്ത് നോക്കാം. ക്ലിയർ അല്ലേ? ഞാൻ കണ്ടത് കാണിച്ചു തന്നെ. 0.82 ഉണ്ടോ? 3 പോയിന്റ് എഴുതിയല്ലോ. 0.82 നോക്കിയേ. ഉണ്ടോ? 82ന്റെ കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ എത്രയാ വന്നേക്കുന്നത് നോക്കിയേ മോൻ. 0.82 കഴിഞ്ഞിട്ട് 1 എവിടെ എടുത്തേ? 1ന്റെ കോളം കണ്ടോ? ഇത് 0 അല്ലേ മോനെ? ആ ഇത് 1 അല്ലേ? ഓക്കെ, ഇപ്പൊ എത്ര കിട്ടിയത്? 6622. ഇനി മീൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അറ്റത്തൊരു 4 ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കണ്ടെത്തിയേ. എത്ര കിട്ടി? 6. അപ്പൊ ഇതിന്റെ ഒപ്പം ആഡ് ചെയ്താൽ എത്ര വരും? 6628. ക്ലിയർ ആണോ? കേട്ടോ. അപ്പോ കേട്ടോ ഓർത്ത് നോക്കാം. ഇതിന്റെ നമ്പർ പറഞ്ഞ് എത്ര കിട്ടി? മോനെ പറഞ്ഞേ. 6628 ഉണ്ടോ? ഇങ്ങനെ എഴുതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 6628 എന്നാണ് എഴുതിയേക്കുന്നത് അല്ലെ? പക്ഷെ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കണം. 6.628. അപ്പൊ ഏത് നമ്പറും അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം? ഒരു പോയിന്റ് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് എന്തായിരിക്കും? 6.628. ഇതാണ് ഫൈനൽ ആൻസർ കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് ആന്റി ലോഗരിതം കണ്ടെത്തേണ്ടത്. ആന്റി ലോഗരിതത്തിന്റെ വാല്യൂ നിങ്ങൾക്ക് തരും, പക്ഷെ മെയിൻ വാല്യൂസ് തരണം എന്നില്ല. ആന്റി ലോഗ് ഓഫ് 2 10⁻²ആണ്. അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് റൂളാണ്. അപ്പൊ അതിന്റെ ആവശ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് അധികം ഡീറ്റെയിൽ ആയിട്ടില്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അത് ഗിവൺ ആയിരിക്കും. എങ്കിൽ പോലും ഒരു കോൺഫിഡൻസ്, ഇനി ലാസ്റ്റ് സമയത്ത് ഒരു ടെൻഷൻ ഒന്നും വേണ്ട, കറക്റ്റ് ആക്കി എല്ലാം ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 11 കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് വരികയാണ്. അത് ഗിബ്സ് എനർജിയിലാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ അത് വേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 12 കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 12 കേട്ടോ. ബുക്കില്ലാത്ത ആൾക്കാർ ഒന്ന് എഴുതണം കേട്ടോ. എ സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, അതുകൊണ്ടാ. എ സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ 0.1 molar solution of ZnSO4. A sink rod is dipped in 0.1 molar solution of ZnSO4, zinc sulfate.
The salt is 95% dissociated. The salt is 95% dissociated. At this dilution, at 298 Kelvin, at 298 Kelvin, calculate the electrode potential. Calculate the electrode potential. Then out of bracket ഒരു വാല്യൂ തന്നിട്ടുണ്ട്. E naught Zn 2 plus equal to minus 0.76. Minus 0.76. Minus 0.76. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, എന്തായിരുന്നു ചെയ്യണം? ഏത് ഇക്വേഷൻ നന്ദനയാണ് പറഞ്ഞു തരാൻ പോണേ. ഉണ്ടോ? ഓക്കെ, ഏത് ഇക്വേഷൻ ആയിരുന്നു പറഞ്ഞോ? ഏത് ഇക്വേഷൻ ആണ്? ശരിയാ. എന്താ വേണ്ട അവർക്ക്? അത് ആദ്യം ചോദിക്കും. ഏതാ വേണ്ടേ? അവർ തന്നേക്കുന്ന കാര്യമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് എന്താണ് വേണ്ടത്? ഏതാ വേണ്ടേ? ആ വേർഡ് ഒന്ന് വായിച്ചാൽ മതി. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? ഇ നോട്ട് സെല്ലും ഉണ്ട്, ഇ സെല്ലും. രണ്ടിനെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം. കാരണം എന്താണ് ആക്ച്വലി ആ സെല്ലിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ ആണ് ഇ സെൽ എന്ന് പറയുന്നത് കേട്ടോ. മറ്റേ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് ആണ് ഇ നോട്ട് അല്ലേ? നോക്കാം. അപ്പൊ ഇ സെല്ലിന്റെ ഇക്വേഷൻ പറഞ്ഞു വേം പറ. അങ്ങ് പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും. ഇ സെൽ ഈക്വൽ ടു പറ. അതിനു മുമ്പ് എന്താ? ഇ സെൽ ഈക്വൽ ടു ഇ നോട്ട് സെൽ മൈനസ് 0.059 by n log എന്തായിരിക്കും? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആനോഡ് അയോൺ ബൈ കാഥോഡ് അയോൺ. അല്ലെങ്കിൽ എങ്ങനെ എഴുതാറ് നമ്മള്? C⁻c ഇങ്ങനെ എഴുതാറില്ലേ? D⁻d ഡിവൈഡഡ് ബൈ A⁻A ആൻഡ് B⁻B ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ആനോഡ് അയോൺ ബൈ കാഥോഡ് അയോൺ. ഇങ്ങനെയാണ് നമ്മൾ പറയാറ് അല്ലെ? ഓർത്ത് നോക്കാം. ഇനി ഇവിടെ എന്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ ക്വസ്റ്റ്യനില് വന്നേക്കുന്നത് സിങ്ക് റോഡ് ഡിസ്റ്റിപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ? ഒരു സിംഗിൾ ഇലക്ട്രോഡ് ആണ് വന്നേക്കുന്നത്. കാൽക്കുലേറ്റ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. സിംഗിൾ ഇലക്ട്രോഡ് ആണ്. അങ്ങനെ സിംഗിൾ ഇലക്ട്രോഡ് വന്നു കഴിഞ്ഞാൽ ഇത് മുകളിലുള്ളത് 1 ആക്കി എടുക്കാം. ഇവിടെ എത്രയാ കോൺസെൻട്രേഷൻ വന്നേക്കുന്നത്? 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് ZnSO4. 0.1 മോളാർ ആണ്. അതിന്റെ 95% ഡിസോസിയേറ്റ് ചെയ്തു. അപ്പൊ എത്രയായിരിക്കും? അപ്പൊ എന്താണ് ഡിസോസിയേഷൻ കണ്ടെത്തുന്നത്? 0.1 into 95 divided by 100. അതാണ് നമ്മൾ കോൺസെൻട്രേഷൻ കണ്ടെത്തുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ ആനോഡ് അയോൺ ബൈ കാഥോഡ് അയോൺ അല്ലെങ്കിൽ 1/m കേട്ടോ. ഓർത്ത് അങ്ങനെ എഴുതുക. ഒരു സിംഗിൾ ഇലക്ട്രോഡ് ആണ്. അപ്പൊ ഈ ഒരു ഏരിയ 1/m എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു സിംഗിൾ ഇലക്ട്രോഡ് ആണ് ഉപയോഗിക്കുന്നത്. 2 ഇലക്ട്രോഡ് വരുമ്പോഴാണ് നമ്മൾ ആനോഡ് അയോൺ ബൈ കാഥോഡ് അയോൺ ഒക്കെ കൊടുക്കുക. അപ്പൊ സിംഗിൾ ഇലക്ട്രോഡ് ആകുമ്പോൾ 1/Zn2 പ്ലസ് കേട്ടോ. ഓക്കെ, 1/Zn2 പ്ലസ്. അപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ 1/Zn2 പ്ലസ് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് 1/m എന്ന് എഴുതും കേട്ടോ. ഓക്കെ, എന്തുകൊണ്ടാന്ന് പറ? ഇതൊരു സിംഗിൾ ഇലക്ട്രോഡ് ആണ് അല്ലെ? ഒരെണ്ണം ഉള്ളൂ, സിംഗ് മാത്രമേ ഉള്ളൂ. 1/Zn2 പ്ലസ്. ഇനി Zn2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ ഇത് ഇങ്ങനെ കൊടുക്കാറ്. ഇതിന്റെ മീനിങ് എന്താ? മോളാർ കോൺസെൻട്രേഷൻ ആണ് അല്ലെ? അപ്പൊ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ എത്ര പെർസെന്റേജ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞേക്കുന്നത്? 0.1 into 95/100 എന്താ ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷന് ചെറിയ വേരിയേഷൻ വെച്ച് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എത്ര കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പല്ലേ? അപ്പൊ പിന്നെ 0. എത്ര വരും? 0.95 അല്ലെ? ഓർത്ത് നോക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് 0.15 കൊണ്ട് വരുമ്പോൾ 9.5 ആയി. പിന്നെ വീണ്ടും 100 ആണ് ആക്ച്വലി. അപ്പൊ 9.5 ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.095. ഓക്കെ, ആ വാല്യൂ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോ ഇ സെൽ ഈക്വൽ ടു ഇ നോട്ട് സെൽ എത്രയാണ് തന്നേക്കുന്നത് നിങ്ങൾക്ക്? ഇ നോട്ട് സെല്ല് മൈനസ് 0.76 മൈനസ് 0.76 മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 അല്ലെ? Zn2 പ്ലസ് ആണ്, അതുകൊണ്ടാണ് എന്നെ 2 വരുന്നത്. അറിയാലോ അല്ലെ? Zn gives Zn2 പ്ലസ് 2 ഇലക്ട്രോൺ. അപ്പോ
നമ്പർ ഓഫ് ഇലക്ട്രോൺ 2 ആണ്. ദെൻ ഇവിടെ ലോഗ് 1 ഡിവൈഡഡ് ബൈ 0.095 കേട്ടോ, ഓർത്ത് നോക്കുക 0.95. പണ്ട് കാലത്ത് ഇതിന്റെ ഈ ലോഗിന്റെ വാല്യൂ തരില്ലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ലോഗരിതം നമ്മൾ കണ്ടെത്തിയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ വാല്യൂ നിങ്ങൾക്ക് തരും കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഞാനിപ്പോ തന്നേക്കാം ആ വാല്യൂ 0.095 ലോഗിന്റെ വാല്യൂ വന്നേക്കുന്നത്. ലോഗിനെ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കൺവേർട്ട് ചെയ്യണ സമയത്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ലോഗ് 1000 എന്ന് പറഞ്ഞ ഇതിനെ ഇവര് സ്പ്ലിറ്റ് ചെയ്യും. ഇത് കണ്ടോ, ഇതിനെ ഇൻറ്റു 1000 ഇവിടെയും കൊടുക്കാം, ഇൻറ്റു 1000 ഇവിടെയും കൊടുത്താൽ എന്ത് പറ്റും? ലോഗ് 1000 ഡിവൈഡഡ് ബൈ എന്ത് വരും? 95 അല്ലേ. ഓക്കെ, അപ്പൊ കേട്ടോ ഓർത്തോ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലോഗ് 1000 ബൈ ലോഗ് -95 കേട്ടോ. ഇതിന് മനസ്സിലായോ? നിങ്ങൾക്ക് അറിയാലോ അത് അല്ലേ? രണ്ടിനെയും ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലോഗ് 1000 എന്ന് പറയുമ്പോൾ എത്ര വരും? ലോഗ് 1000 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 മൈനസ് എന്ത് വരും? ലോഗ് 95 കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ലോഗ് 1000 മൈനസ് ലോഗ് 95. അപ്പൊ ചിലപ്പോൾ ലോഗ് 95ന്റെ മാത്രം ഒരു വാല്യൂ തരുള്ളൂ. ലോഗ് 1000 എത്രയാ? 3 മൈനസ് ലോഗ് 95 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ആദ്യം എഴുതാം 1 പോയിന്റ്. വെരി ഗുഡ്. എന്നിട്ട് നമ്മൾ എന്താ 95,0 നോക്കും. അപ്പൊ ആ വാല്യൂ ആണ് അവർ എഴുതി വെച്ചേക്കുന്നത്. 1.9777 ആണ് കേട്ടോ. ഓക്കെ, 1.9777. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. അപ്പോ ഇനി ഈ വാല്യൂ എല്ലാം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈസൽ ഈക്വൽ ടു ലാസ്റ്റ് വാല്യൂ കിട്ടുന്നത് മൈനസ് 0.79015 മൈനസ് 0.97 minus 7905 0.79015 volt. എന്തുകൊണ്ട് ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മനസ്സിലായല്ലോ? ലോഗ് അല്ലെ, ആ പോയിന്റ് മാറ്റാൻ വേണ്ടി ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഒരേ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ലോഗ് 1095 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കണം ശരിക്കും. ചിലപ്പോൾ ഇത് വാല്യൂ ഒക്കെ തന്നിട്ടുണ്ടാവും കേട്ടോ ഈ ഇതിന്റെ വെച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നേക്കുന്ന ചില സമയത്ത് ലോഗ് 95 മാത്രം തന്നിട്ടുള്ളെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യാവൂ കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ നെയിൻസ് ഇക്വേഷനിൽ നിന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 50 കേട്ടോ. ഓർത്തോക്കൊന്ന് ചെയ്തേ 50. അവിടെ വരുന്നത് മോളാർ കണ്ടക്ടൻസ്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് ഒക്കെ വരുന്ന ആ ടൈപ്പിലേക്ക് ഒന്ന് മൂവ് ചെയ്യാം. 50 ക്വസ്റ്റ്യൻ നമ്പർ 50. ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ കേട്ടോ. കാൽക്കുലേറ്റ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇത് ചെയ്തിട്ട് മതി കേട്ടോ, ഇത്രയും വരെ എഴുതണം കേട്ടോ. കാൽക്കുലേറ്റ് the degree of dissociation. Calculate the degree of dissociation of acetic acid കേട്ടോ. ഇനി ഓരോ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ കേട്ടോ, ഓർത്തു നോക്കുക. ആ ഗ്യാപ്പിൽ ഓരോരുത്തർ വന്നിട്ട് ഇവിടെ ഒന്ന് പറയണം കേട്ടോ ഇക്വേഷൻസുകൾ. ഓക്കെ, ഫസ്റ്റ് ഐശ്വര്യ പറയാൻ പറ്റുമല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ഏതായിരുന്നു ഈ ചാപ്റ്റർ പറഞ്ഞ ഇലക്ട്രോകെമിസ്ട്രി കേട്ടോ. ഇക്വേഷൻസ് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർഡറിൽ പറയണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു പോകണം. ക്വസ്റ്റ്യൻ എഴുതി വെച്ചോട്ടോ. കാൽക്കുലേറ്റ് ദി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് അസറ്റിക് ആസിഡ് if its molar conductivity is 39.05 യൂണിറ്റ് വന്നിട്ടുണ്ട്, യൂണിറ്റ് പറയുന്നില്ല. താഴെ ബ്രാക്കറ്റിൽ ഗിവൺ ലാംഡ നോട്ട് എച്ച് പ്ലസ്, ഗിവൺ ആയിട്ട് ലാംഡ നോട്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എച്ച് പ്ലസ് വാല്യൂ വന്നേക്കുന്നത് 349.68.
The next, lambda not CH3COO minus 40.9 40.9 ബിലാലെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. ഇതിന് ഇക്വേഷൻ എന്തായിരുന്നു? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു പറഞ്ഞു ഇക്വേഷൻ. ഓക്കെ, ലാംഡ എം ബൈ ലാംഡ നോട്ട് എം അല്ലേ? ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ തന്നെ നമ്മൾ എഴുതുകയാണ് ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ നോട്ട് എം. വിവേകെ, ലാംഡ എം എന്തായിരുന്നു ഇതിൽ? എത്രയാണ് നിൽക്കുന്നത് ലാംഡ എം? നോക്ക്, ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് ലാംഡ എം തന്നേക്കുന്നത് 39.05. അപ്പൊ ലാംഡ എം 39.05. Then സാൻസ് എന്തായിരുന്നു ലാംഡ നോട്ട് എം? ലാംഡ എം കിട്ടി 39.05 ആണ്. ഈ ലാംഡ നോട്ട് എം എങ്ങനെ കണ്ടെത്തും? പറഞ്ഞു, ഓർക്കനെ പറഞ്ഞു. ലാംഡ നോട്ട് എം എന്ന് പറഞ്ഞ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഏതിന്റെ ആ കണ്ടത്തിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് ഇക്വേഷൻ എന്തായിരുന്നു? CH3 ശരിയാ H അല്ലെ? ഓക്കെ, അതല്ല ഏതെങ്കിലും ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കിയേ. CH3 CO ന്റെ ഉണ്ട്, H ന്റെ, അത് രണ്ടും കൂടി ആഡ് ചെയ്ത് എന്ത് കിട്ടും? CH3 COH കിട്ടും. അപ്പൊ ഏതൊക്കെ വാല്യൂ ആഡ് ചെയ്യണം? അല്ലേ? ഓക്കെ, അവിടെ ശ്രദ്ധിക്കുക, ലാംഡ നോട്ടം CH3 COH ആണ് അല്ലെ? ഏതിന്റെയാ കണ്ടെത്തേണ്ടത്? CH3 COH ആണ്. CH3 COHന് രണ്ട് വാല്യൂ സെപ്പറേറ്റ് ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. കൊളറസ്റ്റ്ലോ പറയുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദി സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് കാറ്റയോൺ ആൻഡ് ആനിയോൺ. കണ്ടോ, കാറ്റയോൺ ഉണ്ട്, ആനിയോൺ ഉണ്ട്, രണ്ടും ആഡ് ചെയ്യാണല്ലേ? ഓക്കെ, അപ്പോ ഇവിടെ രണ്ടും ആഡ് ചെയ്താൽ മതി. 349.68 പ്ലസ് എന്ത് വരും? 40.9 കേട്ടോ, 40.9 പേരല്ലേ? അടിയാൻ അറിയില്ലേ? ഇനി എത്ര കിട്ടി നിങ്ങൾക്ക്? ആൽഫ കിട്ടി 0.1 കിട്ടി അല്ലേ? ഓക്കെ, 0.1 ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ 0.1. 0.1 കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അസോസിയേഷൻ ആണോ ഡിസോസിയേഷൻ ആണോ? അസോസിയേഷൻ ആയിരിക്കും. ഉണ്ടോ? ഓർത്തോ, ലെസ് ദാൻ 1 അസോസിയേഷൻ, ഗ്രേറ്റർ ദാൻ 1 ഡിസോസിയേഷൻ അല്ലേ? അപ്പൊ അത് ചോദിച്ചിട്ടില്ല, എന്നാലും നമുക്കത് മൈൻഡിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, ദ നെക്സ്റ്റ് 0.1 അല്ലേ ആൽഫ? ഐയും ഈ സാധനം സെയിം ആയിട്ട് വരും കേട്ടോ. ഓക്കെ, ഐ മറ്റേ അബ്നോർമൽ മോളിക്കുലർ മാസിന്റെ ആ ഒരു കാറ്റഗറിയിലല്ലേ, അതുപോലെ ഇവനും വരും. CH3 COH അല്ലേ? ഇത് രണ്ടിനും ആവാം അല്ലേ? ശരിയാ. ഓക്കെ, ആൽഫ ആയിട്ട് കാര്യമില്ല. ശരിയാ, ഐ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് അസോസിയേഷനും ആവാം ഡിസോസിയേഷൻ ആവാം. അപ്പൊ ഒന്നും പറയാൻ പറ്റൂല. ശരിയാ കേട്ടോ. എന്നാലും CH3 COHന് ഒരു എന്താ പറയാ 80% അസോസിയേഷൻ ആയിരിക്കും കേട്ടോ മിക്കപ്പോഴും. കാരണം എന്താ, നമ്മൾ ഡയമർ എന്ന് പറഞ്ഞൊരു വേർഡ് പഠിച്ചിട്ടില്ലേ? ഡയമർ എവിടെയാ പഠിപ്പിച്ചേക്കുന്നത്? നമ്മൾ CH3 COH കാർബോക്സിലിക് ആസിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഇല്ലേ, അവിടെ ഒരു ഫിഗർ ഉണ്ട്. ആ ഫിഗർ ആണ് ഡയമർ. ഡയമർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയമർ ഓർമ്മയുണ്ടോ ഈ ഫിഗർ? ഫിഗർ പഠിക്കണോട്ടോ. ഓർഗാനിക് കെമിസ്ട്രി ആണ്. പിക്ചർ ഉണ്ട്, നമ്മൾ എഴുതി തന്നിട്ടുണ്ട്. ഇതുണ്ടോ? ഈ ഫിഗർ നോക്കിയേ, കണ്ടോ? ഇതാണ് ഡയമർ. ഇത് കണ്ടോ? ഒരു പിക്ചർ കണ്ടോ? ഡയമർ. ഇവിടെ നമ്മൾ എഴുതി വെക്കുന്ന വേർഡാണ് മോർ എക്സ്റ്റെൻസീവ് ഹൈഡ്രജൻ ബോണ്ടിങ്. 2 മോളിക്യൂൾ ആക്ട് ആസ് ആൻ എ 1. കണ്ടോ? ഓർത്തോ, ആക്ട് ആസ് ആൻ എ 1. കണ്ടോ? ഐശ്വര്യ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ? കൈ ഉയർത്തി അല്ലേ?
2 molecule. Actasane 1. Page number note ചെയ്തു വെച്ചോ 249. ഓക്കെ ഡയമണ്ട് പിക്ചറൊക്കെ ഉണ്ട്. കാരണം അവിടെ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി പഠിപ്പിച്ചപ്പോൾ ഏറ്റവും ഹൈയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആർക്കാ? കാർബോക്സിലിക് ആസിഡ്. അവിടെ നമ്മൾ എഴുതി മോർ എക്സ്റ്റെൻസീവ് ഹൈഡ്രജൻ ബോണ്ടിങ്. അവിടെ ആണ് ഇത് വരുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് അത് അസോസിയേറ്റ് ആവുന്നത്. ഓക്കെ, അസോസിയേറ്റ് ചെയ്ത് ഡയമർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വാല്യൂ വരുന്നത്? 1/2. എത്ര വരും? 0.5. ട്രയമർ 1/3 അല്ലെ? ടെട്രമർ 1/4 0.25 കേട്ടോ. ഓക്കെ, അത് ഇതിനു മുമ്പ് ബോർഡിൽ ചോദിച്ചിട്ടുണ്ട്. ബോർഡിൽ ടെട്രമർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മറക്കരുത്, ക്ലിയർ ആയിട്ടൊക്കെ ഓർത്ത് വെക്കാം. Then question number 55. Question number 55. Question എഴുതുക കേട്ടോ. Question number 55. The resistance of a 0.01. അയ്യോ, അതിനു മുമ്പ് ഐശ്വര്യ പറയണം കേട്ടോ. ഓക്കെ, വാ മോനെ. ഐശ്വര്യ ഇലക്ട്രോകെമിസ്ട്രിയുടെ ഇക്വേഷൻസുകൾ കറക്റ്റ് ഓർഡറിൽ പറയും കേട്ടോ. അങ്ങനെ ഓരോരുത്തർ എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. ഓക്കെ, ഐശ്വര്യ. അതിന് മുമ്പ് നെക്സ്റ്റ് വെനസ്ഡേ ബിലാല് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഞാനന്ന് പറഞ്ഞില്ലേ, അതുപോലെ കണ്ടന്റ് മുഴുവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാ ഇക്വേഷൻസ് ഓർഡറിൽ എന്ന് പറഞ്ഞ നെയിമി റിയാക്ഷൻസ്, ദെൻ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ്, മെക്കാനിസം, അത്ര മതി കേട്ടോ. ഓക്കെ, ആ 3 കറക്റ്റ് ഓർഡറിൽ പേര് പറയാം, ആ മെക്കാനിസത്തിന്റെ എല്ലാത്തിനും ഓർഡറിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം, മറ്റതും പറ്റുമെങ്കിൽ അത്ര മതി, ഈ 3 മതി കേട്ടോ. ഓക്കെ, ചെയ്യാം. അന്നേരം വിഷമിക്കണം തരാ, അന്നേരം ബിലാലിന് മാത്രം പറയാൻ കൊടുക്കും കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു. delta G equal to P naught cell. G equal to R kappa. IT. Then lambda m equal to kappa by lambda m. Lambda m equal to kappa by molarity into 1000. Kappa into. Okay, very good. കേട്ടോ, ക്ലാപ്പ് ചെയ്തേ. സയൻസ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ വരാം കേട്ടോ. ഓക്കെ, എല്ലാവരും പറയണം അല്ലേ. ഓക്കെ, the next അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോട്ടെ എല്ലാവരും. ക്വസ്റ്റ്യൻ നമ്പർ 55. The resistance of a 0.01 molar NaCl solution. The resistance of a 0.01 molar NaCl solution. Molar NaCl solution at 25 degrees Celsius. At 25 degrees Celsius is 200 ohm. Is 200 ohm. Ohm അറിയാലോ എന്തിന്റെ യൂണിറ്റ് ആണ് അല്ലേ. ഓക്കെ, full stop. The cell constant of the conductivity cell, the cell constant of the conductivity cell used in unity, calculate the molar conductivity of the solution. 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 ഇത്ര സമയം ഞാൻ ബോർഡിലൊക്കെ എഴുതി, ഇനി ബോർഡിൽ എഴുതുന്നില്ല കേട്ടോ. ഓർത്ത് നോക്കുക, തനിയെ ചെയ്യണം കേട്ടോ. ഏത് ഇക്വേഷൻ ഓർത്ത് നോക്കുക, നിങ്ങൾ റെഫർ ചെയ്താലൊന്നും കുഴപ്പമില്ല. ഇതിൻ്റെ ഇതെല്ലാം ആൾക്കാർ ബാക്കിൽ പോയി നോക്കരുത്. അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റാവുന്നത് ആ രീതിയിൽ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഇക്വേഷൻ അറിയില്ലെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി, ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഏറ്റവും എളുപ്പമാണ്, അതുകൊണ്ടാണ് പറയുന്നത്. മോളാർ കണ്ടക്ടിവിറ്റി ഇപ്പോൾ അല്ലേ ഐശ്വര്യ പറഞ്ഞപ്പോൾ
ഞാൻ പറഞ്ഞതാണ്, ലാസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ ആണ്. അപ്പോൾ ആ ഇക്വേഷനിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് ബാക്കി ഏതൊക്കെയാണോ കണ്ടെത്തേണ്ടത് അത് കണ്ടെത്തി വേഗം ആൻസർ അങ്ങ് പറഞ്ഞു കേട്ടോ. ഓക്കെ, ആൻസർ കിട്ടിയ ആൾക്കാരെ ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇക്വേഷൻ അറിയില്ല ഫ്രണ്ടിലേക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആൻസർ ആണ് ആക്ച്വലി, അതുകൊണ്ട് തന്നെ വേഗം നിങ്ങൾക്ക് കിട്ടും. സെൽ കോൺസ്റ്റന്റ് അല്ലേ? യൂണിറ്റ് ആക്കി എടുക്കാനാണ് പറഞ്ഞേക്കുന്നത് സെൽ കോൺസ്റ്റന്റ്. അപ്പൊ എന്ത് വരും എന്നുള്ളത് നോക്കുക. ആൻസർ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ വേഗം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരാം. ആൻസർ നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതിൽ വ്യത്യാസമായിരിക്കണം, അതുമായിട്ട് റിലേറ്റഡ് ആണ്. ഇവിടെ 500 കൊടുത്തേക്കുന്നത്, 500 കിട്ടി. കിട്ടിയോ? വെരി ഗുഡ്. തൗസൻഡ് ഇട്ടല്ല അല്ലേ? കിട്ടിയോ മോനെ? ഓക്കെ, ഇത് എന്നിട്ട് ഇക്വേഷനോ? ജി സ്റ്റാർ ഈക്വൽ ടു ആർ കാപ്പ, കാപ്പ ഈക്വൽ ടു ഓക്കെ 1/200. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? മനസ്സിലായോ? ജി സ്റ്റാർ ഈക്വൽ ടു ആർ കാപ്പയാണ്. കാപ്പയാണ് കണ്ടെത്തുന്നത്. അപ്പൊ കാപ്പ ഈക്വൽ എന്ത് വരും? കാപ്പനെ ഇവിടെ നിർത്തിയിട്ട് ആറിന് പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ എന്ത് വരും? ജി സ്റ്റാർ ബൈ ആർ. ജി സ്റ്റാർ എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത് മോനെ? യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? 1 ആണ്. 1/, എന്ത് വരും? ഇല്ല, 6 അല്ലേ മോനെ? ശരിക്കും നോക്കിയാൽ നല്ല വെച്ചായിട്ട് 6 200 കേട്ടോ. ഇനി കൊടുക്കുക കേട്ടോ. ഇനി ലാംഡ ഇക്വേഷൻ എഴുതി വെച്ചേ. ലാംഡ ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 മൊളാരിറ്റി. ഡൗട്ടുണ്ടോ? ചോദിച്ചോ കേട്ടോ. ഇവിടെ ഈ ക്വസ്റ്റ്യൻസിൽ ഈ 6 ആണ് തന്നേക്കുന്നത്. നമ്മുടെ ഇക്വേഷനിൽ സെൽ കോൺസ്റ്റന്റ് ഉണ്ട് കേട്ടോ. ഇക്വേഷൻ പഠിക്കണം കേട്ടോ. ജി സ്റ്റാർ ഈക്വൽ ടു ആർ കാപ്പ, ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ഉണ്ടാവും. അപ്പോൾ ഈ ജി സ്റ്റാർ എന്ന് പറഞ്ഞാൽ സെൽ കോൺസ്റ്റന്റ്. സെൽ കോൺസ്റ്റന്റ് മോനെ എഴുതിയിരിക്കുന്നത് ഇവിടെ സെൽ കോൺസ്റ്റന്റ് അല്ലേ? 1 ആണ് കേട്ടോ. 1/, അല്ല 1 അല്ലേ? യൂണിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഈക്വൽ ടു ആർ എത്രയാണ് തന്നേക്കുന്നത് മോൻ നോക്കിയേ? 200 ആണോ? 200 ഇൻറ്റു കാപ്പ. അപ്പോൾ കാപ്പ ഈക്വൽ ടു എന്ത് വരും? പുറത്തേക്ക് പോയാൽ എന്ത് വരും? 1/200 ആണോ? ഓക്കെ, കാപ്പ. ഇനി നമ്മുടെ ഇക്വേഷൻ ലാംഡ എം ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. ഓക്കെ, മൊളാരിറ്റി എത്രയാന്ന് നോക്കണം നോക്കി. ഇതിനകത്ത് മൊളാരിറ്റി എഴുതിയപ്പോ ചെറുതായിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു. ആദ്യത്തെ വേർഡ് എഴുതിയില്ല കേട്ടോ. ഒന്ന് എഴുതി വെച്ചേ. ദ റെസിസ്റ്റൻസ് ഓഫ് 0.01 മോളാർ NaCl എഴുതി വെക്കുക. ദ റെസിസ്റ്റൻസ് ഓഫ് 0.01 മോളാർ NaCl സൊല്യൂഷൻ. ഉണ്ടോ? ഓക്കെ, 0.01 കേട്ടോ. 0.1 ഒരു 1 ഉള്ളു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇവിടെ തന്നിരിക്കുന്ന കാപ്പ എത്രയാ? 1/200 അല്ലേ? എം എത്രയായിരുന്നു? 0.01. അപ്പൊ എന്ത് വരും? 1/200 അല്ലേ? ഓക്കെ, അതാണ് കാപ്പ ഇൻറ്റു 1000/0.01 ഉണ്ടോ? ഓക്കെ, അപ്പോൾ 0.01 ആ നമ്പറിലേക്ക് മാറ്റാൻ ഇവിടെ ഇൻറ്റു 100 കൊടുക്കുക അല്ലേ? ഇവിടെയും ഇൻറ്റു 100 കൊടുക്കാം. ശരിയല്ലേ?
ഓക്കെ. അപ്പോൾ ഇത് എത്രയായി മാറും? ഇവിടെ 0. ഇത് മാറിയിട്ട് 1 ആവും അല്ലേ? 1 ആവും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലേ, ഈ നമ്പേഴ്സ് ഒക്കെ വെട്ടിക്കളയാലോ. 200. അപ്പോൾ 1000/2 എത്രയാ? 5. ഇതാണ് ആൻസർ കേട്ടോ. ക്ലിയർ ആണോ? കിട്ടിയോ മോനെ? മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? നിങ്ങളെ വീട്ടിൽ പോയിട്ട് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഫസ്റ്റ് അതിന്റെ കീ കിട്ടണോ എന്ന് നോക്കാം കേട്ടോ. ഓർത്തോക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് അത് കിട്ടിപ്പോകും. പക്ഷെ എക്സാമിന് നമ്മൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ആദ്യം എവിടേക്ക് പോകണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതിന് ആൻസർ കീ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. കുറച്ച് ആളുകൾ ഇടക്കിടക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ ഓൺ സ്പോട്ടിലേക്ക് കണക്ഷൻ കിട്ടുന്നുണ്ടോ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് വിത്ത് ആൻസർ തരുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നു, അതിന്റെ പാറ്റേൺ നോക്കുന്നു, അങ്ങനെ ആദ്യം നോക്കി തീർത്തിട്ട് റാൻഡം ഷഫിൾ ചെയ്യണം. റാൻഡം ഷഫിളിൽ ഒരു ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ലാസ്റ്റ് വരെ ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റിയ നിങ്ങൾ അതാണ് സക്സസ് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാനിപ്പോ ഈ തരുന്നു, അതിന് ഏകദേശം നമുക്ക് ആദ്യത്തെ ഹിന്റ് കിട്ടുന്നില്ല, എവിടെന്നെങ്കിലും ഒരു ഹിന്റ് കിട്ടുമ്പോൾ അത് മുഴുവൻ ചെയ്യാൻ പറ്റുന്നു, അത് നമ്മള് ചെയ്തു പോകും, കുഴപ്പമുണ്ടാവില്ല. പക്ഷെ പിന്നീട് കിട്ടണമെന്നില്ല അത്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ കിട്ടണം. ഓൺലൈനിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് എഴുതാം. ഇവിടെ നമ്മൾ പഠിപ്പിച്ച ഇക്വേഷൻ G star equal to R kappa. Then kappa equal to എന്ത് വരും? G star divided by R. Then kappa equal to G star എന്ന് പറയുന്ന സമയത്ത് യൂണിറ്റി ആയിട്ട് 1 ആക്കി എടുത്തു, R 200. Okay. Then lambda m equal to kappa divided by molarity into 1000. So kappa already 1/200 into 1000 അവിടെ നമുക്ക് എടുക്കാം. Then m 0.01. ഓക്കെ, അങ്ങനെ ആവുമ്പോ ഇത്രേ ഉള്ളൂ. ഇത് 100 വെച്ച് അല്ലെ എറർ വരാതിരിക്കാൻ വേണ്ടി ഇതേ ഇങ്ങനെ ചെയ്തു. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആയി മാറും അല്ലെ. ഓക്കെ, അങ്ങനെ വരുമ്പോ 1/200 into 1000 into 100 divided by 1. Then cancel ചെയ്തു. Then 1000/2 500. ഇതാണ് ആൻസറിലേക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, വേഗം ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിനു മുമ്പ് സയൻസ് ഓടി വാ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സമയമുണ്ട്. നിങ്ങളെ കൊണ്ട് എങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ക്ലാസ് ഇങ്ങനെ പതുക്കെ കത്തിച്ചെടുക്കണം കേട്ടോ. ഓർത്തോ, കുറെ ആൾക്കാരും കൂടി പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത ഒരു പ്രോസസ്സാണത്. അങ്ങനെ വരുന്ന സമയത്ത് ബാക്കി ആൾക്കാർക്ക് അല്ലെ എന്ത് ചെയ്യും, നമുക്കും പഠിക്കണം എന്നുള്ളത് അറിഞ്ഞോ അറിയാതെയോ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ എത്തുന്ന സമയത്തും ആ ഒരു പോസിറ്റീവ് ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ഉണ്ടാവും, മനസ്സിലായി? ആ സമയത്ത് പറയാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ മറക്കൂല കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത്. സീറോ ഓർഡറിന്റെ കെ പറഞ്ഞു. സീറോ ഓർഡർ കെ ഈക്വൽ ടു then t half equal to r0 by k equal to t t half in equation പറഞ്ഞേക്ക്. t half ഫസ്റ്റ് ഓർഡറിൽ t half equal to 0.693 k ഉള്ളൂ കേട്ടോ. ഓക്കെ, then log k2 by k1 അതുകൊണ്ട് പറഞ്ഞാൽ മതി. EA divided by T1 into T2 അല്ലെങ്കിൽ T2 into
കേട്ടോ. ക്ലാപ്പ് ചെയ്തേ. കേട്ടോ, നിങ്ങൾ പറയണത് ഇതിലുണ്ട് അല്ലെ. അപ്പൊ ഈ ക്ലാസ്സിന്റെ ഇതിൽ നിങ്ങളുടെ ഭാഗം മാത്രമെങ്കിലും എടുത്തു പോയി നോക്കുക. നിങ്ങളുടെ മുഖത്തുണ്ടാവും കോൺഫിഡൻസ് കേട്ടോ. ഓർത്ത് വെക്കുക. ഇപ്പോഴല്ല കേട്ടോ, കുറച്ചും കൂടി ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഈ സെയിം കാര്യങ്ങൾ തന്നെ കേട്ടോ പറയുന്ന സമയത്ത് ആ കോൺഫിഡൻസ് കയറ്റി വരണം കേട്ടോ. ഓർത്ത് വെക്കുക. ഒറ്റ സ്ട്രെച്ചിൽ ഭയങ്കര കൂൾ ആൻഡ് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന എല്ലാം മൈൻഡ് ഭയങ്കരമായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഓർത്ത് വെക്കുക. ബേസിക്സ് ആണ്, അത് മാത്രം ഫില്ല് ചെയ്ത് പോയാലും മതി. നിങ്ങൾക്ക് അത് മാത്രം ഫില്ല് ചെയ്താൽ മതി. അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ടൈം കഴിയുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റും കേട്ടോ. ഓർത്തോ. ഇത് നല്ല അൾട്രാ ക്ലിയർ ആണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ബിൽഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓർത്തോ. ലാസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾ വേറെ ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഈ ബേസിക്സ് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പോലും ലാസ്റ്റ് എത്ര ദിവസം ഉണ്ട്? 5-6 ദിവസം ഉണ്ട്. അന്ന് ഹോണസ്റ്റ് ആയിട്ട് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് കണ്ടമാനം ക്വസ്റ്റ്യൻസ് ചെയ്ത് കയറാൻ പറ്റും, ബേസ് സ്ട്രോങ് ആണെങ്കിൽ. അല്ലെങ്കിൽ അവിടെ എറർ വരും, അവിടെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ നെയിമിംഗ് നിങ്ങൾക്ക് കിട്ടും ഉറപ്പാണ്. ബാക്കി പിന്നെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. പിന്നെ ആ ലാസ്റ്റത്തെ 8 ദിവസം നമ്മൾ പിന്നെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിൽ കടന്നിങ്ങനെ ചെയ്ത് ഭയങ്കരമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഫിനിഷ് എന്ന് പറയും, അത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ബേസിക്സിന് അവിടെ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമിന് അത് വലിയ ഏരിയയിൽ എറർ വരും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരേ കാര്യമുള്ളൂ ഈ കണ്ടന്റ്. അതുകൊണ്ട് അത് റിപ്പീറ്റേഷൻ തന്നെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റത്തെ ഏരിയയുടെ ടോപ്പിക് ഉണ്ട് അല്ലെ. ഏതായിരുന്നു അത്? ഏറ്റവും ലാസ്റ്റ് ഏരിയയിൽ വരുന്ന ടോപ്പിക് ഏതാ? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് അല്ലെ. അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളിലേക്ക് പോവാം. Question number 76. Question number 76. Question number 76. Question എഴുതി വെച്ചോട്ടോ. Calculate the mass of Ag. Calculate the mass of Ag deposited at cathode. Question എഴുതിക്കോ. Calculate the mass of Ag silver deposited at cathode. Deposited at cathode. When a current of 2 ampere was passed through a solution of AgNO3 for 15 minutes. AgNO3 for 15 minutes. അവിടെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക Ag. ഇവിടെ മോളിക്കുലർ മാസ് 108. മോളിക്കുലർ മാസ് ഓഫ് Ag 108. ഫാരഡേ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് F 96500 കൂളം. ഇതിൽ നിങ്ങൾ 2010 മുതൽ 2000 ഇപ്പൊ ഓരോ ടോപ്പിക്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എടുക്കും. 2010 മുതൽ 2015 വരെയുള്ളതിൽ ഏറ്റവും ടോപ്പ് ക്വസ്റ്റ്യൻ കേട്ടോ. അങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻ ഓരോ ടോപ്പിക്കിലും ഉണ്ട് നമുക്ക് കേട്ടോ. ഓർത്തോ. ചില ടോപ്പിക്കിലൊന്നുമില്ല, ഫ്ലാറ്റ് ആണ്. അതുപോലെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് അടുത്തത് നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് വേഗം ഒന്ന് ചെയ്യണം കേട്ടോ. ഇത് ഏറ്റവും എളുപ്പമാണ്. ഏതാ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ? അങ്ങനെ പറഞ്ഞു. W = M/NF × IT കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളതുകൊണ്ടാണ് നമുക്ക് 10 മിനിറ്റ്സ് ഉള്ളൂ. പക്ഷെ ആ ഏറ്റവും ടോപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. W = M M/NF × IT. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വേറെ ഒന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. ഓർത്ത് നോക്കാം. ഈ ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനു മുമ്പ് 2 ഇക്വേഷൻ എന്തായാലും എഴുതിയിരിക്കണം. ബോർഡിനായി ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഇക്വേഷൻ ആണ്, റെഡിമെയ്ഡ് ഇക്വേഷൻ ആണ്, ഡിറൈവ്ഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ദേ ഇക്വേഷൻ 2 എഴുതണം. Q = IT
ടി. എന്താണ് ക്യൂ? ഐ എന്താണ്? ടി എന്താന്ന് എഴുതണം. ഇനി അടുത്ത ഇക്വേഷൻ എന്താ? എഫ് ഈക്വൽ ടു എം ബൈ എൻ. ഈ രണ്ട് ഇക്വേഷൻ എഴുതിയിട്ടാണ് ഡബ്ല്യു ഈക്വൽ ടു എം ബൈ എൻ എഫ് ഇൻറ്റു ഐ ടി എന്നുള്ളത് എഴുതാവൂ കേട്ടോ. ഓക്കെ, അതൊന്നും കൂടി പറഞ്ഞേക്കണോ. ഈ ക്വസ്റ്റനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? എ ജി ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ്, ഡബ്ല്യു ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. കറണ്ട് 2 ആംപിയർ ആണ് അല്ലെ. ഓക്കെ, കറണ്ട് 2 ആംപിയർ ആണ്. അപ്പൊ ഐ തന്നിട്ടുണ്ട് 2 ആംപിയർ. ദെൻ ടി എത്രയാണോ എന്ന് പറഞ്ഞേ? 2 മിനിറ്റ് ആണ്. മിനിറ്റിന് എന്ത് ചെയ്യണം? സെക്കൻഡ് 15 മിനിറ്റ്സ് ആണ്. ഓക്കെ, 15 മിനിറ്റ്സ്. അപ്പൊ 15 ഇൻറ്റു 60. ഇതെന്തായാലും ചെയ്യണം കേട്ടോ. ശ്രദ്ധിക്കുക, ഇതാണ് കൂടുതൽ എറർ വരുന്നത്. ദെൻ എൻ എത്രയാണ്? സിൽവർ ആണ്. സിൽവർ എ ജി പ്ലസ് ആണ്, 1 ആണ് കേട്ടോ. സിൽവർ ഓർത്ത് നോക്കുക, എ ജി പ്ലസ് ആണ്, 1 ആണ്. കോപ്പർ ആണെങ്കിൽ എത്രയായിരിക്കും? 2 കേട്ടോ, ഓർത്ത് നോക്കുക. സിങ്ക് ആണെങ്കിൽ 2, അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ എൻ ഈസ് ഈക്വൽ ടു 1. ദെൻ എം എത്രയായിരുന്നു? 108 കണ്ടോ, ഓർത്ത് നോക്കാം. എല്ലാ വാല്യൂ ഉണ്ട്. എഫ് എത്രയാ? 9650 കണ്ടോ, ഓർത്ത് നോക്കാം. ഇനി നേരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡബ്ല്യു ഈസ് ഈക്വൽ ടു 108 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എഫിന്റെ വാല്യൂ 96500 ഇൻറ്റു ഐയുടെ വാല്യൂ 2 ഇൻറ്റു 15 ഇൻറ്റു 60. അപ്പൊ ഡയറക്റ്റ് ഇക്വേഷൻ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. കിട്ടിയ ആൻസർ ആർക്കെങ്കിലും? 76 2. വെരി ഗുഡ് കേട്ടോ. 2.01 ഗ്രാം ഓഫ് എ ജി. 2.01 ഗ്രാം ഓഫ് എ ജി എഴുതിക്കോ കേട്ടോ. 2.01 ഗ്രാം ഓഫ് എ ജി. ഇതില് നിങ്ങൾക്ക് മാക്സിമം ഈ ടോപ്പിക്കിൽ ഏറ്റവും ടോപ്പ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ 2013 ചോദിച്ചേക്കുന്നത്. 2013 വന്നിട്ടുണ്ട്. അതുപോലെ അതിന്റെ തന്നെ വേറൊരു ടൈപ്പ്, അതിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ്. അത് 2019 ചോദിച്ചിട്ടുണ്ട്. 2019, 2013 ആൻഡ് 2019 ആണ് ഇവിടുന്ന് ടോപ്പ് ക്വസ്റ്റൻ വരുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ടോപ്പ് ക്വസ്റ്റൻ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടാണ്? ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ആണ്, കമ്പാരിറ്റീവ്ലി ഹയസ്റ്റ് വെയിറ്റേജ് ആയതുകൊണ്ട് ഒരു ടോപ്പ് ക്വസ്റ്റൻ നമുക്ക് കേട്ടോ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റൻ ഒന്ന് എഴുതി വെച്ചു. Silver is uniformly electro deposited. Silver is uniformly electro deposited. 81. Question number 81 കേട്ടോ. Question number 81. 81. പേജ് നമ്പർ 31 കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ബുക്കുള്ള ആൾക്കാര് പുറത്തു നോക്കുക, ആൻസർ നോക്കണ്ട, ക്വസ്റ്റൻ എഴുതി വെക്കുക. ക്വസ്റ്റൻ നമ്പർ 81. Silver is uniformly electro deposited on a metallic vessel. On a metallic vessel, question എഴുതണം കേട്ടോ. Of surface area 900 centimeter square. 900 centimeter square. By passing a current of 0.5 ampere. 0.5 ampere for 2 hours. For 2 hours. Full stop. Calculate the thickness of silver deposited. Calculate the thickness of silver deposited. Calculate the thickness of silver deposited. Bracket given. The density of silver is 10.5. The density of silver is 10.5 gram per centimeter cube. The density of silver is 10.5 gram per centimeter cube. And atomic mass of Ag 108. Atomic mass of Ag 108. ഇതാണ് ക്വസ്റ്റ്യൻ ചെയ്യണം.
AG സിൽവർ. മനസ്സിലായില്ല? സിൽവർ സൾഫേറ്റ്. സിൽവർ സൊല്യൂഷൻ ഇല്ല. ഞാൻ ഒന്ന് വായിക്കാം. സിൽവർ ഈസ് യൂണിഫോംലി ഇലക്ട്രോ ഡെപ്പോസിറ്റഡ് ഓൺ എ മെറ്റാലിക് വെസൽ ഓഫ് സർഫസ് ഏരിയ. 2 മീൻസ് n വാല്യൂ 1. സിൽവർ വന്ന എപ്പോഴും 1 കേട്ടോ, ഓർത്ത് നോക്കാം. ഏതാ? ഇല്ല, 1 എടുത്ത് 1 ആണ് കേട്ടോ. സോറി, ഞാൻ തെറ്റിപ്പോയതാ. 1 ആണ് കേട്ടോ. ഇവിടെ 1 എഴുതി കേട്ടോ. ഓക്കെ, എഴുതിയപ്പോൾ മാറിപ്പോയതാ. സിൽവർ ഓൾവേസ് 1 കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക, കോപ്പറിന് 2 വാലൻസി ഉണ്ട്, +1 ഉണ്ട് 2 ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. പക്ഷെ എപ്പോഴും എത്ര എടുക്കുള്ളൂ? 2. എന്തുകൊണ്ടായിരിക്കും? ആരെങ്കിലും ഒന്ന് പറഞ്ഞു. കോപ്പർ CuSO4 അല്ലെങ്കിൽ കോപ്പർ ലിക്വിഡ് ആയിട്ടുള്ള എല്ലാത്തിലും 2 എടുക്കുള്ളൂ. എന്തുകൊണ്ടായിരുന്നു? ഡി ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ ആണ്. കോപ്പർ 2 എടുക്കുള്ളൂ വാലൻസി നോർമലി, അല്ലെങ്കിൽ 1 ആണെങ്കിൽ 1 ആണെന്ന് അവർ പറയണം. കാരണം എന്താ? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടക്കും. കോപ്പർ 1 എന്താവും? അൺസ്റ്റേബിൾ അല്ലേ? കോപ്പർ 1 അൺസ്റ്റേബിൾ ആസ് കമ്പയർഡ് ടു കോപ്പർ അല്ലേ? 2. എന്തുകൊണ്ടായിരുന്നു? അണ്ടർഗോ ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ. ഒരു വേർഡും കൂടി ഉണ്ട്, ഹൈഡ്രേഷൻ എൻതാൽപ്പി. അതുകൊണ്ട് കോപ്പറിന് 2 എടുക്കണം, സിൽവറിന് ഓൾവേസ് 1 കേട്ടോ. ഓക്കെ, നേരത്തെ എഴുതിയപ്പോൾ എനിക്ക് മാറിയതാണ് കേട്ടോ. ഇവിടെ 1 ആണ്. അല്ല, തിക്നെസ് ആണ് കണ്ടെത്തേണ്ടത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ വരുന്നു അല്ലെ. ആദ്യം എന്ത് കണ്ടെത്തണം? W കണ്ടെത്തണം. W കിട്ടിയോ? W എത്രയായിരുന്നു? I എത്രയായിരുന്നു എന്ന് പറഞ്ഞ വാല്യൂ? I എത്രയായിരുന്നു? 0.2. 0.5. then T എത്രയായിരുന്നു? 2 hour അല്ലേ? 2 into 60 into 60 അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ, 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 2 into 60 into 60. then N എത്രയാ? 1 ആണ്. M എത്രയാ? 108. F സെയിം തന്നെയാണ്. W is equal to 108 divided by 1 into 96500 into I 0.5 into T 2 into 60 into 60. ഇതിന്റെ വാല്യൂ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. W is equal to 4.03. 4.03 അങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. കുഴപ്പമില്ല, എന്തായാലും ഒരേപോലെ എടുക്കുക കേട്ടോ. 4.03 എടുക്കുക. ബാക്കിയുള്ളതാണ് എനിക്ക് വേണ്ടത് കേട്ടോ, ഓർത്ത് നോക്കുക. ബാക്കിയുള്ളതാണ്. ഇനി എങ്ങനെ കണ്ടെത്തും? തിക്നെസ് എങ്ങനെ കണ്ടെത്തും? അല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം. നമുക്കറിയാലോ, ഒരു സിലിണ്ടറിന്റെ വോളിയം എങ്ങനെ കണ്ടെത്തുന്നത്? πr²h. πr² എന്താ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റിനെയാണ് ഇവർ തിക്നെസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞ ഒരു വെസൽ ഉണ്ട്, നിങ്ങളുടെ കയ്യിലൊരു വെസല്. അതിന് എന്ത് ചെയ്തു? ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്? 900 ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. 900 ഇൻറ്റു ഇനി എന്ത് ചെയ്യും? ആരും ആ പോയിന്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ 10th സയൻസും ഇതും കൂടി അവര് മിക്സ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലും അത് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. കിട്ടിയോ? ഇത്രയും പറഞ്ഞല്ലോ. ഇനി 10th 10th പഠിച്ചിട്ടില്ലേ മാത്സില്? കോൺ, വോളിയം, സ്പിയർ അല്ലേ? ഓക്കെ, അവിടുന്ന് വോളിയം ഇത് നമ്മളൊരു ലിങ്ക് കിട്ടി. നിങ്ങൾക്ക് ഇത് വെയിറ്റ് കിട്ടിയിട്ടുണ്ട്. വെയിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മാസമാണ് ആക്ച്വലി. ഇനി നിങ്ങൾ കണ്ടെത്തുക സാധാ ഇക്വേഷൻ, 10th ഇക്വേഷൻ. 10th ആലോചിക്കുക. നിങ്ങളുടെ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു വെസൽ ഇരിക്കുന്നുണ്ട്. ആ വെസലിൽ അവർ ഏരിയ ആണ് തന്നേക്കുന്നത് അല്ലേ? ഓർത്ത് വെക്കാം.
ആ ഏരിയ ഇൻറ്റു തിക്നെസ് വോളിയം ആണ് ആക്ച്വലി. ആ വോളിയം ഇവിടെ ഇവരും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഒരു ക്ലൂവും കൂടി തരാം. അവിടെ ബ്രാക്കറ്റിൽ എന്ത് ഗിവൺ തന്നേക്കുന്നത് നോക്കുക. അത് തന്നേക്കുന്ന എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ അപ്പൊ ഇക്വേഷൻ ആ ആ എന്നിട്ട് ആ കണ്ടെത്തിക്കോ. അത് തന്നെ ആ അത് തന്നെ. അങ്ങനെ ഒന്ന് കണ്ടെത്തി എത്ര വാല്യൂ കിട്ടും നോക്ക്. 10th മാത്സ് അല്ലാതെ വേറെ ഒന്നുമില്ല കണ്ടോ. അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. ഞാൻ എഴുതി കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് ആവും. അതുകൊണ്ടാണ് പറയണേ. നിങ്ങൾ ഇൻഡിവിജ്വലി 10th മാത്സ് പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി ഉണ്ട്. ഡെൻസിറ്റി ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ദെൻ വോളിയം ഈക്വൽ ടു ഞാൻ ഒന്നുകൂടി പറയാം ഏരിയ ഇൻറ്റു തിക്നെസ് ആണ്. ഇതിൽ നിന്നാണ് തിക്നെസ് കണ്ടെത്തേണ്ടത്. ഇത്രയും പറഞ്ഞു തന്നു. ട്രിക്ക് മനസ്സിലായോ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അതിനെയാണ് നമ്മൾ എപ്പോഴും വോളിയം എന്ന് പറയുന്നത് അല്ലെ. ക്യൂബോയിഡ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ആ ഹൈറ്റിനെയാണ് അവർ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ഏരിയ ഇൻറ്റു ഹൈറ്റ് അങ്ങനെ എടുക്കണം. അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു എന്താണ് അല്ലെ തിക്നെസ്. ഏരിയ ഇൻറ്റു തിക്നെസ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്നിട്ട് കണ്ടെത്ത്. ടെൻത്തിലെ മാത്സ് ആണ്, വേറെ ഒന്നുമില്ല. അത് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്തു. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഭംഗിയായി. ഇനി ഈ ക്വസ്റ്റിന്റെ അഡ്വാൻസ് വേണമെങ്കിൽ അവർക്ക് എന്താ ചെയ്യാം, ഒരു സ്പെറിക്കൽ സർഫസ് കേട്ടോ. സ്പെറിക്കൽ സർഫസിന്റെ എന്താണ് സർഫസ് ഏരിയ എന്തായിരിക്കും? 4πr² അല്ലെ. ഓർത്ത് നോക്കാം. ഹാഫ് ആണെങ്കിൽ 3 അല്ലെ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അവിടെയും കൂടി വരും ഒരു 3πr² കേട്ടോ. അപ്പോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇതൊന്നും ചെയ്തിട്ടില്ല. ഏരിയ എന്നാണ് പറഞ്ഞേക്കുന്നത്. ആർക്കെങ്കിലും വാല്യൂ കിട്ടിയോ തിക്നെസ്? .42 വെരി ഗുഡ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓർത്ത് നോക്കാം 0.42. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഇവിടെ നോക്കിയേ W കിട്ടി. ഇവിടെ ഇവര് തന്നേക്കും W അല്ലെങ്കിൽ വെയിറ്റ് അല്ലെങ്കിൽ മാസ്. മാസ് ഈക്വൽ ടു നമ്മൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അറിയാലോ. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ മാസ് ഈക്വൽ ടു എന്ത് വരും? മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇനി വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഇൻറ്റു തിക്നെസ്. തിക്നെസ്സിന് ടി എന്നോ അല്ലെങ്കിൽ തിക്നെസ് തന്നെ എഴുതാൻ നോക്കുക കേട്ടോ. തിക്നെസ് എന്നുള്ള വീട് തന്നെ എഴുതാൻ നോക്കുക. അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ലെങ്ത് എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് എന്ന് എഴുതാം. ഓക്കെ. ഇനി ഏരിയ ഇൻറ്റു തിക്നെസ് ഈ വോളിയത്തിന് ഇവിടേക്ക് കൊടുക്കും. അപ്പൊ മാസ് ഈക്വൽ ടു എന്ത് വരും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഈക്വൽ ടു ഏരിയ അല്ലേ. ഏരിയ ഇൻറ്റു തിക്നെസ് കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ തിക്നെസ് എഴുതണം കേട്ടോ. തിക്നെസ് തന്നെ എഴുതാം. ദെൻ തിക്നെസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഇവിടെ ഒരു എക്സ് കൊടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? മാസ് എത്രയാ വന്നേക്കുന്നത്? 4.03 ഇൻറ്റു ഡെൻസിറ്റി എത്രയാ വന്നേക്കുന്നത്? ഡെൻസിറ്റി ഉണ്ടായിരുന്നു 10.5. ഏരിയ എത്രയായിരുന്നു? 900 അല്ലേ. ഓക്കെ. ഈക്വൽ ടു കേട്ടോ. ഓർത്തോ. ഇൻറ്റു ഈ തിക്നെസ് എന്ന് പറയുന്ന ടി ഇവിടെ കൊടുക്കാം. അപ്പൊ ലാസ്റ്റ് ആൻസർ ടി ഈക്വൽ ടു അല്ലെങ്കിൽ തിക്നെസ് ഈക്വൽ ടു 10.5 ഇൻറ്റു 900 ഡിവൈഡഡ് ബൈ 4.03. ഓക്കെ. നേരെ തിരിച്ചു. സോറി. 4.03 ഡിവൈഡഡ് ബൈ 10.5 ഇൻറ്റു 900. ഓക്കെ. ഇങ്ങനെ തിരിച്ചു. ഇവിടെ നിന്നാണ് ഈ ആൻസറിലേക്ക് വരുന്നത്. ആൻസർ എത്രയായിരുന്നു? ഓർത്ത് നോക്കാം. 4.1 ഡിജിറ്റിലേക്ക് ആക്കിയെടുക്കുക അല്ലെ. എപ്പോഴും 4.26 ഇൻറ്റു 10⁻⁻⁴. 1 ഡിജിറ്റ് ആക്കാം കേട്ടോ. എന്തുകൊണ്ടോ 1 ഡിജിറ്റ് ആക്കുന്നത്? 11th പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായിരുന്നു സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ലെ. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് അനുസരിച്ച് ഇപ്പോഴും നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ 1 ഡിജിറ്റ് ആക്കിയാൽ നല്ലത്. മറ്റേതും റൈറ്റും ഒക്കെ തന്നെ, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ എന്തായിരുന്നു ട്രിക്ക്? മാസ് ഈക്വൽ ടു അല്ലെ. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം എല്ലാവർക്കും അറിയാവുന്ന അല്ലേ. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ദെൻ വോളിയത്തിനെയാണ് അവർ ക്ലിയർ ചെയ്തേക്കുന്നത്. വോളിയം ഈക്വൽ ടു ഏരിയ ഇൻറ്റു തിക്നെസ്. എന്തിന്റെയും വോളിയം കണ്ടെത്തുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലെ. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ 10th അല്ലെ മാത്സ് നമുക്ക് അറിയണം. കോൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? കോണിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1/3 πr²h. 1/3 πr²h. അപ്പൊ ഇവര്
ഇനി നിങ്ങൾക്ക് പറയാം ഒരു കോൺ ഷേപ്പ് ആയിട്ടുള്ള അല്ലെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് ആ തിക്നെസ് തന്നു, എന്നിട്ട് എത്രയാണ് ഏരിയ കണ്ടെത്തണം അല്ലെ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാം. ഒരു വെസലിന്റെ ഷേപ്പ് ഇല്ല ഇവിടെ അല്ലെ. ഓക്കെ, അപ്പോ ഇത് മുഴുവനും 10th ആണ് ആക്ച്വലി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തു. ഇതിന്റെ ടൈപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക, 2013 അവർ ചോദിച്ചിട്ട് പിന്നെ ഈ ടൈപ്പ് ചോദിച്ചേക്കുന്നത് 2019 വന്നിട്ടുണ്ട്. 2019. അപ്പോൾ ഒരു ടഫ് ക്വസ്റ്റ്യൻ പിന്നീട് വന്നേക്കുന്നത് ഒരു 6 വർഷത്തിന് ശേഷമാണ്. ടഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതൊന്ന് മാറി ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് വ്യൂ കിട്ടണമെന്നില്ല, ഡെൻസിറ്റി ഒന്നും ബോഡി ഒന്നും അത് ചെയ്യാത്ത ആളാണെങ്കിൽ അത് എക്സ്പെക്ട് ചെയ്യില്ല, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നതാണ്. വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. 10 മിനിറ്റ്സ് വൈകിട്ടുണ്ട്, അപ്പൊ കുഴപ്പമില്ല. അടുത്ത ക്ലാസ്സിലും എവിടെ ശ്രദ്ധിക്കുക, ന്യൂമറിക്കൽ തന്നെയാണ് കേട്ടോ. ഓർത്തോക്ക്, ന്യൂമറിക്കലാണ് 3 ചാപ്റ്ററിനെയും ന്യൂമറിക്കൽ കേട്ടോ. ഓർത്തോക്ക്, ഒരു ദിവസം എന്നല്ല 3 ചാപ്റ്ററിനെയും ന്യൂമറിക്കലിന്റെ ആ ഇക്വേഷൻസുകൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ദെൻ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ഈ ബുക്ക് കൊണ്ട് തന്നെ ടിക്ക് ചെയ്തേക്കണം കേട്ടോ. ഓർത്തോക, അടുത്ത ക്ലാസ് മുതൽ മറ്റന്നെയാണ്. അടുത്ത ക്ലാസ് മുതൽ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തോ അത് ടിക്ക് ചെയ്തത് ഞാനൊന്ന് അസസ് ചെയ്യും, ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ക്ലിയർ ചെയ്തു വരാം. ഇനി എടുക്കാത്ത ആൾക്കാർ വളരെ കുറച്ചാണ് ഈ ബുക്ക് കേട്ടോ. ഈ വീക്കിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓർത്തോക, ഇൻ കേസ് പാരന്റ്സിന് അത്രയും ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ എന്നെ വിളിക്കണം, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. ഓർത്ത് നോക്കാം. ശരിയാണ്. പോരാ, ഒന്ന് ഓഫ് ചെയ്താൽ